ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോവാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ തവണ ഏകദേശം 5-6 ശ്ലോകങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് നമ്മൾ അനുസ്മരിച്ചത് എന്ന് തോന്നുന്നു. ബാക്കി കുറച്ച് ശ്ലോകങ്ങളും കൂടെ ഉണ്ട്. ഈ ഭാഗം പറയാൻ വലിയ ബുദ്ധിമുട്ടില്ല, കണ്ടിന്യൂറ്റിയുടെ പ്രശ്നമൊന്നുമില്ല. കാരണം നാരദ മഹർഷി അതിൽ പറയുന്ന വാക്കുകളൊക്കെ ഓരോ ശ്ലോകം മാത്രം എടുത്താലും എപ്പോൾ വേണമെങ്കിലും പറയാവുന്നതാണ്. കാരണം അതിന് മുമ്പേയും പിൻപേയായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇപ്പോൾ ഒരു കഥ പോലെ നമ്മൾ കുറച്ച് ഭാഗം പറഞ്ഞു, അതിന് ശേഷം എന്താ ഉണ്ടായത് എന്ന് അന്വേഷിച്ചറിയേണ്ടുന്ന പ്രശ്നമൊന്നും ഈ ഭാഗത്തിലില്ല. അതിൽ ഓരോ ശ്ലോകത്തിനും വിലയുണ്ട് എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ തവണ കുറച്ച് കാര്യമായിട്ട് തന്നെ അത് ആലോചിച്ചിരുന്നു. തജ്ജന്മ താനി കർമാണി തദായു തന്മനോ വച എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ എന്ന്. അതായത് ഒരു ജന്മം സഫലമാവണത് എപ്പോഴാണ്, ഒരു കർമ്മമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നന്നാവുന്നത് എപ്പോഴാണ്, ഒരായുസ് സഫലമായി എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക, നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സാണ്, നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വാക്കാ, ഇതൊക്കെ നമുക്ക് ഹരിസേവയുമായിട്ട് ബന്ധപ്പെടുത്തി കാണിച്ചു തരികയാണ് നാരദ മഹർഷി ചെയ്തത്. ഇപ്പം എങ്ങനെയുള്ള ജീവിതമാണ് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഹരിസേവ ചെയ്യാൻ സാധിക്കുന്ന ജീവിതമാണ് നല്ലത് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ആ ഭാഗം കണ്ടത്. പിന്നെ അങ്ങോട്ട് ഒരു 3-4 ശ്ലോകങ്ങളിൽ ഓരോന്നായിട്ട് എടുത്തിട്ട് അതൊക്കെ ഹരിസേവ ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം എന്ന് ചോദിക്കുന്നതും കേട്ടിരുന്നു. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ല സാവിത്രയാജ്ഞികൈഹി കർമ്മഭിർവാ ത്രയീ പ്രോക്തൈഹി പുംസോപി വിബുധായുഷ കിം വാ ശ്രുതേന തപസാ വാ കിം വചോഭിശ്ചിത്തവൃത്തിഭി ബുദ്ധ്യാ വാ കിം നിപുണയാ ബലേന ഇന്ദ്രിയരാധസ കിം വാ യോഗേന സാഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരന്യൈശ്ച ന യത്ര ആത്മപ്രദോഹരി. കുറേ അറിവുണ്ട്, തപസ്സുണ്ട്, നല്ല നല്ല വർത്തമാനങ്ങൾ പറയാൻ അല്ലെങ്കിൽ വാക്കുകൾ പറയാനറിയാം, നല്ല രീതിയിൽ ഷാർപ്പായിട്ടുള്ളൊരു ബുദ്ധിയുണ്ട്, മറ്റ് പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും ഇന്ദ്രിയങ്ങൾ 5 നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ആത്മപ്രദനായ ഹരിയെ കിട്ടാത്തത് കൊണ്ട് ഇതൊക്കെ വെറുതെ ആയി പോവില്ലേ എന്ന് ചോദിക്കാം. അതെന്താ അങ്ങനെ? അപ്പം നമ്മൾ ആ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 ഭാഗങ്ങളും കൂടെ സൂചിപ്പിക്കാൻ പാകത്തിന് അടുത്ത ശ്ലോകവും നോക്കിയത്. ശ്രേയസാമപി സർവേഷാം ആത്മാഹി അവധിരർത്ഥത സർവേഷാമപി ഭൂതാനാം ഹരിരാത്മ ആത്മതപ്രിയ. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആ സമയത്ത് ഭാഗവതത്തിലെ തന്നെ 10ാമത്തെ സ്കന്ധത്തിൽ ബ്രഹ്മമോഹനം എന്നറിയപ്പെടുന്ന ഭാഗത്ത് കാണുന്ന ഒരു ഭാഗം കൂടെ സൂചിപ്പിച്ചിരുന്നു. പരീക്ഷത്തും ശ്രീശുഖ ബ്രഹ്മർഷിയുടെ അടുത്ത് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും കൃഷ്ണനോട് ഇത്ര ഇഷ്ടം തോന്നണേന്ന്, സ്വന്തം ആൾക്കാരെക്കാളധികം. അപ്പോഴാണ് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അല്ലെങ്കിലും പരീക്ഷത്തെ ജീവിതത്തിൽ നമുക്കൊക്കെ ആരോടാ ഇഷ്ടം ഏറ്റവും കൂടുതൽ എന്നൊന്ന് അന്വേഷിച്ചു നോക്കൂ. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? നമ്മളോട് തന്നെയാണ്. ആരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാലും അവർ ശരിക്കും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതിലൂടെ ഇഷ്ടപ്പെടുന്നത് അവനവൻ്റെ തന്നെ ഒരു ജീവിതാവസ്ഥയാണ് എന്നൊക്കെ പറയാം എന്ന് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞു പോയിട്ടാണ് സർവേഷാമപി ഭൂതാനാം ഹരിരാത്മ ആത്മദപ്രിയ എന്ന് പറഞ്ഞു. ഇവിടെ കാണുന്ന സകല ഭൂതജാലങ്ങൾക്കും ഹരിയാണ് ആത്മാവും ആത്മദനും പ്രിയനുമായിട്ട് ഇരിക്കുന്നത്. നമ്മളിലൊക്കെ ആരാണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യഥാർത്ഥ രൂപം എന്താണോ, നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ, അതുതന്നെയാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈശ്വരനെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രിയപ്പെട്ടതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്നല്ല. നമ്മൾ പുറമെ കാണുന്ന പുറമേ നമ്മൾ വിചാരിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ട വസ്തുക്കളുടെയും
സൂക്ഷ്മഭാവത്തിലേക്ക് നമ്മൾ കടന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയൊക്കെ ഒന്ന് വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്താണോ അതിനെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് മനസ്സിലാക്കാനാട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം എപ്പോഴും നമ്മൾ കരുതുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണുന്നുവോ അതിൽ നിന്ന് നേരെ വിപരീതമാണ് ഭാഗവതാദി ഗ്രന്ഥങ്ങളിൽ കാണിച്ചു തരുന്നത് എന്നാണ് വിചാരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ജീവിതത്തെ നോക്കാതെ വേറെ വഴിക്ക് നോക്കാൻ പഠിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിങ്ങനെ വേറെ നോക്കാനൊന്നുമില്ല. നമ്മൾ ഈ ജീവിതത്തെ കാണുന്ന രീതിയുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിലിത് ഓൾറെഡി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോരുത്തരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷെ ആ ഇഷ്ടത്തിനെ കുറച്ചും കൂടെ വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരെയാണോ നമ്മളെയാണോ എന്നുള്ളത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്, നമ്മളെയാണ് എന്നുള്ളത്. അത് ഒരേ സംഭവത്തിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ നിന്ന് വേറെ ചിന്തിക്കണം എന്നല്ല. എപ്പോഴും നമ്മൾ എന്താ പറയുക, നിങ്ങൾ ബാക്കിയുള്ളവരോടുള്ള ഇഷ്ടം മാറ്റിയിട്ട് ആരോട് വെക്കണം, ഭഗവാനോട് വെക്കണം. നശ്വരമാകുന്ന വസ്തുക്കളോടുള്ള താല്പര്യം മാറ്റിയിട്ട് ആരോട് വെക്കണം, ഭഗവാനോട് വെക്കണം എന്ന് നമ്മളെപ്പോഴും പറയും. പക്ഷെ ഇത് മാറ്റി വെക്കാനൊന്നുമില്ല വാസ്തവത്തിൽ. നമ്മൾ ഈ നശ്വരങ്ങളാകുന്ന വസ്തുക്കളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴും അറിയാതെ ഇഷ്ടപ്പെടുന്നതിൽ അതിലേതിലെയോ ഒരു അനശ്വരതയെ മാത്രമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പലതിനെയും പ്രിയപ്പെട്ടതായിട്ട് കാണുന്നത് പോലും നമ്മൾ വിചാരിക്കുന്ന കാരണങ്ങളെ കൊണ്ടല്ല, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഈശ്വരഭാവം കാരണമാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ. ആചാര്യന്മാർ പറയാറുണ്ടല്ലോ, നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നുന്നുണ്ട് വെച്ചാൽ നമ്മൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ കാരണം ആ വ്യക്തി ജീവനോടെ ഇരിക്കണതുകൊണ്ടാണ് എന്ന് സാധാരണ പറയാറില്ലേ. തമാശയായിട്ട് ആചാര്യന്മാർ പറയും, അയ്യോ പോയില്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആൾ തിരിച്ചു വന്നാൽ നമ്മൾ സ്വീകരിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുക. നമുക്ക് പേടി വരും ചില സമയത്ത്. അതേപോലെ ആ ശവത്തിൻ്റെ അടുത്ത് എത്ര നേരം ഇരിക്കും ചോദിച്ചാൽ നമുക്ക് അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പം അതിലെന്തോ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് അത് വർത്തിക്കുന്നത്. ആ ശക്തിയെ ഇഷ്ടപ്പെടുക, അതിനെ അറിഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, നോക്കൂ, ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്, വേറെ എങ്ങനെയോ ആണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നമ്മളത് മനസ്സിലാക്കേണ്ടുന്ന ഒരു രീതി ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലും പ്രവർത്തിക്കണത് എന്ന്. ഇത്രയും ബുദ്ധിയില്ലാത്തവരായിട്ട് നമ്മളെ മാറ്റണമെന്ന് സംശയം തോന്നും. കാരണം നമുക്ക് നമ്മളെ തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഇഷ്ടങ്ങളെയോ ആഗ്രഹങ്ങളെയോ മോഹങ്ങളെയോ ഒന്നും ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്, ഭാഗവതത്തിൽ പറയണത്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, എന്തിനെയാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത് എന്നൊക്കെ. ഈശ്വരനെ സേവിക്കണം എന്ന് പറയാൻ കാരണം വാസ്തവത്തിൽ നമ്മൾ പലതിനെയും ഇഷ്ടപ്പെടുമ്പോഴും അതിലൊക്കെ സൂക്ഷ്മഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു ഇഷ്ടം എന്താണോ, നമുക്ക് വേണമെന്നുള്ളൊരു തോന്നൽ എന്താണോ, അത് ഈ ഈശ്വരനിലേക്കുള്ള അടുപ്പമാണ് എന്ന് തിരിച്ചറിയിപ്പിച്ചും കൊണ്ടാണ്. ആ രീതിയിലാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അടുത്തൊരു ശ്ലോകം കൂടെ നമ്മളന്ന് നോക്കിയിരുന്നു. സർവാരിഹണം അച്യുതേജ്യ എന്ന് പറയുന്ന രീതിയിൽ ഈശ്വരനെ സേവിച്ചാൽ എല്ലാത്തിനെയും സേവിക്കുന്നത് പോലെ ആയി. അച്യുതനായിക്കൊണ്ടുള്ള ഇജ്യ എന്ന് പറയുന്നത് സർവാരുഹണവുമായി കണക്കാക്കാം എന്നാണ്. ഭഗവാനെ നമ്മൾ സേവിക്കുന്നത് സകലതിനെയും സേവിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ എന്തൊന്നു ചെയ്താൽ എല്ലാം സഫലമായി എന്ന് നമ്മൾ ചോദിക്കില്ലേ, അത് ഭഗവത് സേവയാണ് എന്ന് പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണം ചോദിച്ചാൽ 2 നല്ല ഉദാഹരണങ്ങളും കൂടെ അവിടെ സൂചിപ്പിച്ചു. അതും കൂടെ കഴിഞ്ഞ തവണ നമ്മൾ ഓർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നു? യഥാ തരോർ മൂലനിഷേചനേന തൃപ്യന്തി തൽ സ്കന്ധഭുജോപശാഖാഹ എന്ന ഒരു തരു മരം, അതിൻ്റെ മൂലത്തിൽ നമ്മൾ നിഷേചനം ചെയ്താൽ എന്നാണ്. അതായത് അതിൻ്റെ വേരിൽ നമ്മൾ നനച്ചു കൊടുത്താൽ, അതിൻ്റെ വേരിലേക്ക് നമ്മൾ വെള്ളം കൊടുത്താൽ തൃപ്യന്തി തൽ സ്കന്ധഭുജോപശാഖാഹ എന്ന് പറയും. ആ മരത്തിൻ്റെ സ്കന്ധങ്ങളും ഭുജങ്ങളും ഉപശാഖകളും ഒക്കെ തൃപ്തിപ്പെടും. അതായത് വേരിൽ നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് ശാഖകൾക്കെല്ലാം അത് തൃപ്തിയായിട്ട് ഭവിക്കും എന്ന് പറയാം. അതേപോലെ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം, എപ്രകാരമാണോ പ്രാണനെ അർഹിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രാണനെ അർഹണം ചെയ്യുന്നതിലൂടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ തൃപ്തി സംഭവിക്കുന്നത് അതുപോലെയാണ്. ആചാര്യന്മാർ ഭംഗിയായിട്ട് പറയുക എന്താ വെച്ചാൽ, വ്യാഖ്യാനങ്ങളിലും കൊടുത്തിരിക്കേണ്ടത് അങ്ങനെയാണ്. നിങ്ങൾക്ക് കണ്ണിന് ശക്തി കിട്ടാൻ വേണ്ടി കണ്ണ് പോയിട്ട് ഭക്ഷണം തേക്കണ്ട, വേണോ?
വേണ്ട. വൈറ്റമിൻ എ ആണ് കണ്ണിന് നല്ലത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വൈറ്റമിൻ എൻ്റെ സാധനങ്ങൾ എടുത്ത് നമ്മൾ കണ്ണിൽ തേക്കിയല്ല ചെയ്യാറുള്ളത്, അല്ലേ? നമ്മളത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഉള്ളിലെ പ്രാണനെ നമ്മൾ വേണ്ട പോലെ പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രാണനാകുന്ന എനർജി തന്നെയാണ് കാഴ്ചശക്തിയായിട്ടും കേൾവിശക്തിയായിട്ടും ഒക്കെ മാറുന്നത്. ഇതുപോലെ ഹരി സകലതിനും മൂലമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാനാണ് സകലതിനും മൂലമായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിലെ തന്നെ ആത്മഭാവമാണ് നമ്മുടെ ബാക്കി എല്ലാ തരത്തിലുള്ള ഭാവങ്ങൾക്കും മൂലരൂപമായിട്ടിരിക്കുന്നത്. അതിനെ വേണ്ടതുപോലെ സേവിച്ചു കഴിഞ്ഞാൽ, അതിനെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ബാക്കി എല്ലാത്തിനെയും ഭംഗിയാക്കും എന്ന് പറയുന്നു. നമുക്ക് ചെറിയൊരു രീതിയിൽ ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ചോദിച്ചാൽ, നമുക്ക് ഈ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിനൊരു സന്തോഷം വേണമെന്ന് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ? അതേപോലെ ഈ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ഊർജ്ജമൊക്കെ നമ്മൾ കൊടുക്കണം എന്ന് പറയാറില്ലേ? അതിൽ നിന്നാണ് ബാക്കി ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. അപ്പം ഈ രീതിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സകല തരത്തിലുള്ളതിനും ആധാരമായിട്ട് ശോഭിക്കുന്നത് ഈശ്വരനാണ്. നമ്മുടെ എല്ലാ അഭിമാനങ്ങളും, ആ അഭിമാനങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് നമുക്കുണ്ടാവുന്ന പലതരം ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, പലതരം അനുഭവങ്ങൾ, നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികൾ, ഇതിനെല്ലാം ആധാരം ഒരേ ഈശ്വരഭാവം, ഒരേ ആത്മഭാവം. അപ്പം അതിനെ വേണ്ടതുപോലെ സേവിച്ചു കഴിഞ്ഞാൽ അത് എല്ലാത്തിനെയും സേവിക്കുന്ന രീതിയിലേക്ക് ആവും എന്ന് പറയുന്നു. ഇത് പറഞ്ഞു വച്ചതിന് ശേഷമാണ് ഇനി കുറച്ച് കാര്യത്തിലേക്ക് കിടക്കുക. അപ്പം ഇതുവരെ പറഞ്ഞ എന്താ കാര്യമല്ലേ? ആണ്. ഇപ്പം ഭഗവാനെ സേവിക്കുന്ന ജീവിതമാണ് നല്ല ജീവിതം എന്ന് മാത്രമേ ഇത്രയും നേരം പറഞ്ഞു തന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം സാധിക്കുന്ന ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് മാത്രമേ ഇത്രയും നേരം പറഞ്ഞുള്ളൂ. നമ്മളിലൊക്കെ ആത്മഭാവമായിട്ട് കുടികൊള്ളുന്ന ആ ഈശ്വരനെ സേവിക്കുമ്പോഴാണ്, ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളവരായി മാറുക എന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഈശ്വരനെ സേവിച്ചാൽ എല്ലാത്തിനെയും സഫലമാക്കിയതുപോലെ ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു സാഹിത്യ ഭാഷയിലാണ് പറഞ്ഞു തന്നത്. എല്ലാത്തിനും വേര് പോലെയാണ് ഭഗവാൻ, അതുകൊണ്ടാണ് ഭഗവാനെ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞത്. പക്ഷെ ഇനി ഇത് കുറച്ചും കൂടി ഒരു ശാസ്ത്രീയമായ രീതിയിൽ പറയാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ഭഗവാൻ എല്ലാത്തിനും അടിവേരാവണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെല്ലാം ആധാരം ഭഗവാനാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഭാഗവതത്തിൽ എത്രയോ ഭാഗത്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അതാണ് കുറച്ച് ശ്ലോകങ്ങളിൽ ഇനി സൂചിപ്പിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഭഗവാനെ തന്നെ സേവിക്കണ കാര്യം പറഞ്ഞിട്ട് നിർത്തുകയും ചെയ്യും. ഇത്രയും. അപ്പം അതിൽ ആ 7ാമത്തെ ശ്ലോകം കാണാം. യഥൈവ സൂര്യാൽ പ്രഭവന്തി വാരഹ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹം. 2 ഉദാഹരണങ്ങൾ പ്രത്യേകമായിട്ട് കാണിച്ചു തന്ന്, ഇതുപോലെ ഈശ്വരനിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്, ഈശ്വരനിലേക്കാണ് എല്ലാം ലയിക്കുന്നത്, അതുകൊണ്ടാണ് ഈശ്വരനാണ് എല്ലാത്തിനും ആധാരം എന്ന് ഞാൻ പറഞ്ഞത് എന്നാണ് നാരദ മഹർഷി പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ആ 2 ഉദാഹരണങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ, യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഹ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഒരെണ്ണം. വാരഹ എന്ന് പറഞ്ഞാൽ വെള്ളം, ജലം എന്നർത്ഥത്തിലാണ് പറയുന്നത്. സൂര്യാത് പ്രഭവന്തി എന്നാണ്, സൂര്യനിൽ നിന്നാണ് വെള്ളം വരുന്നത്. പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ, ഒരു സമയമാവുമ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു പോകണു. എങ്ങനെ ഈ സൂര്യനിൽ നിന്ന് വെള്ളം വരുന്നതും സൂര്യനിലേക്ക് തിരിച്ചു പോണതും? നമ്മൾ നോക്കുമ്പോൾ സൂര്യനിൽ നിന്നാണോ മഴ പെയ്യണത് കാണുക? ആണോ? രാവിലെ ആകുമ്പോൾ കുറേ വെള്ളം സൂര്യനിലേക്ക് പോണത് കാണാനുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം പഠിച്ചു വെച്ച രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്രീഷ്മകാലത്ത് സൂര്യൻ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകണം, വർഷക്കാലത്ത് തിരിച്ചു തരും. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് ഡയറക്റ്റായിട്ട് 2 വര വരയ്ക്കുന്നത് പോലെ ഈ സാധനം പോയി വരുന്നത് നമ്മൾ കാണണമെന്നില്ല. പക്ഷേ അന്തരീക്ഷത്തിൽ ആ ചൂടിൻ്റെ കാരണം കൊണ്ടാണ് വെള്ളം ആവിയായിട്ട് പോകുന്നതും ക്രമേണ മേഘങ്ങളായി മാറുന്നതും വർഷക്കാലാവുമ്പോൾ ആ മേഘങ്ങളൊക്കെ ഇവിടെ പെയ്യുന്നത്. അപ്പം അതിനെ മുഴുവൻ സൂര്യനുമായിട്ട് ഒറ്റ രീതിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞു തരികയാണ്. സൂര്യനിൽ നിന്നുണ്ടാവുന്നു, സൂര്യനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതുപോലെയാണ്
ഈ ശ്രീധരാചാര്യ സ്വാമികളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഉദാഹരണത്തിൻ്റെ ഒരു അപ്രസിദ്ധത്വം കാരണം പ്രസിദ്ധമായ വേറെ ഉദാഹരണം പറഞ്ഞു എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണമാവോ? ഈ സൂര്യനിൽ നിന്നാണ് എല്ലാം വരുന്നത്, സൂര്യനിലേക്കാണ് എല്ലാം തിരിച്ചു പോണത് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോഴും അതിനെ പറ്റിയിട്ടൊരു പിടി കിട്ടാത്തതുകൊണ്ടാണോ എന്നൊരു സംശയം അന്നത്തെ കാലത്ത്. അപ്പോൾ സാധാരണക്കാർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആകാശത്തേക്കൊന്നും നോക്കി കഷ്ടപ്പെടണ്ടെന്നുള്ള രീതിയിൽ അടുത്തൊരു ഉദാഹരണം പറഞ്ഞു തന്നതാണ് ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി. ഭൂമൗ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, സ്ഥിരജംഗമാനി ഭൂതാനി സ്ഥാവരങ്ങളും ജംഗമങ്ങളും ആയ സകല തരത്തിലുള്ള ഭൂതങ്ങളും, അതായത് നടക്കാതിരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അനങ്ങും അനങ്ങാതെ ഇരിക്കുകയും ചെയ്യുന്ന സകല തരത്തിലുള്ള ഭൂതജാലങ്ങളും ഇതേ ഭൂമിയിൽ നിന്നാണ് പ്രഭവന്തി, ഇതേ ഭൂമിയിലേക്ക് തന്നെയാണ് കാലേ പ്രവിശന്തിച്ച. അതുപോലെ അത് നമ്മൾ സാധാരണ ജീവിതത്തിൽ കണക്ട് ചെയ്ത് പറയുന്ന ഒരു വാചകമാണല്ലോ അല്ലേ? മണ്ണിൽ നിന്നുണ്ടായി മണ്ണിലേക്ക് തന്നെ ലയിക്കും. ഇപ്പം ഭൂമിയിൽ നിന്ന് ഉണ്ടാവണമെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഒരു കുട്ടി രാവിലെ 9:30 ഭൂമിയിൽ നിന്നാണോ ഉണ്ടായി വരിക? അങ്ങനെയാണോ നമ്മൾ കാണുന്നത്? അല്ല. പക്ഷേ ഈ ഭൂമിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഓരോ ശരീരങ്ങളുള്ളതും ആ ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരം ഉണ്ടാവുന്നതും. ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിൽ നിന്നുണ്ടായിട്ടാണ് നമ്മളൊക്കെ എങ്ങോട്ടാ പോണേ? മണ്ണിലേക്ക് തന്നെയാണ് നമ്മൾ ലയിച്ചു പോണതും. നമ്മൾ മാത്രമാണോ? അല്ല. ഒരു ചെടി മണ്ണിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി കാണുന്നുണ്ട്, കുറേ കഴിഞ്ഞിട്ട് ആ ചെടി മണ്ണിലേക്ക് തന്നെ ദ്രവിച്ചു പോണതായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ പൂർവികരുടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന സകല കാരണങ്ങൾക്കും അല്ലെങ്കിൽ സകല സംഭവങ്ങൾക്കും കാരണം അന്വേഷിച്ചു പോയിട്ട് അവസാനം അവർ ഒന്നിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടായത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ആ ആശയങ്ങളല്ലേ ഭാഗവതത്തിൽ മുഴുവൻ നമുക്ക് കിട്ടുക. ഈ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കുറച്ച് കുഴപ്പങ്ങളൊക്കെ വരും. കാരണം ഇന്ന് എല്ലാവരും പഠിക്കുന്ന രീതിയിലുള്ള ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ സകലതും ഒരൊറ്റ ഒന്നിൽ നിന്നാണ് ഉണ്ടായതെന്ന് അവരൊരിക്കലും പറയില്ല. നമ്മുടെ പൂർവികരുടെ ഇടയിൽ തന്നെ എല്ലാം ഒന്നിൽ നിന്നാണ് ഉണ്ടായത് എന്ന് സമ്മതിക്കാത്ത ആൾക്കാരും ധാരാളം ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ചർച്ചകളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പലപ്പോഴും ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യാന്നറിയോ? നമ്മൾ ഈ പുറത്ത് പഠിക്കണതിനെ വേറെ വയ്ക്കും, ഭാഗവതം പഠിക്കണതിനെ വേറെയും വയ്ക്കും. ഞാൻ എപ്പോഴും ആലോചിക്കും, ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പേരക്കുട്ടികളോട് പറയണം, വേൾഡ് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങളുടെ ജിയോഗ്രഫി പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം? ആരിൽ നിന്നുണ്ടായി എന്ന് എഴുതണം. ആരിൽ നിന്നുണ്ടായി എന്ന് എഴുതണം. ഒരേ ഒരു ഭഗവാനിൽ നിന്നുണ്ടായി എന്ന് എഴുതണം. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ അവരെഴുതി കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. എന്നാൽ ഭാഗവതത്തിൻ്റെ മുന്നിലിരുന്നിട്ട് നമ്മൾ പറയുമോ, ഭാഗവതാചാര്യം പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് എല്ലാം ഈശ്വരിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞതൊക്കെ തെറ്റാണ്, പുതിയ ശാസ്ത്രം അങ്ങനെയല്ല പറയണതെന്ന് പറയുമോ? അതുമില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ 2 വെള്ളത്തിൽ കാലിട്ട് ജീവിക്കുകയാണ് കാലങ്ങളായിട്ട്. ഇത് ഞങ്ങളടക്കമുള്ള എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയോ പോയി ഭാഗവതം പ്രഭാഷണം ചെയ്യുന്ന ആൾക്കാരും മിക്ക ആൾക്കാരും ഒന്നിലോ കണക്ക് പഠിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുന്ന ആൾക്കാർ, സംസ്കൃതം പഠിപ്പിക്കുന്ന ആൾക്കാരായത് നന്നായി. അവരെങ്ങാനും കുറച്ച് കാര്യമായിട്ട് സയൻസ് പഠിക്കുന്നവരായിരുന്നു വെച്ചാൽ, പഠിപ്പിക്കുന്നവരായിരുന്നു വെച്ചാൽ ചിലപ്പോൾ പെട്ടുപോയേനെ. എന്താ കാരണം ചോദിച്ചാൽ, അവർ ഭാഗവത വേദിയിൽ ഇരുന്നിട്ട് ഒന്ന് പറയണം, ക്ലാസ് റൂമിൽ പോയിരുന്നിട്ട് വേറെ പറയണം. ക്ലാസ് റൂമിൽ പോയിരുന്നിട്ട് അവരിത് പഠിപ്പിക്കാൻ പുറപ്പെട്ടാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. ഭാഗവതം വായിച്ചിട്ട് ഇതിൽ പറയണതൊക്കെ തെറ്റാണ്, പുതിയതാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണവർ സമ്മതിക്കുമോ? ഇല്ല. നമ്മൾ ചുരുക്കം പറഞ്ഞാൽ 2 വെള്ളത്തിലും കാലിട്ടിട്ടാണ് ജീവിക്കണത് എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ നമ്മൾ പിന്നെ എന്താ വെച്ചാൽ ഈ ഗ്രന്ഥത്തിലുള്ളത് പഠിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പഠിച്ചെടുക്കും. നമുക്കിത് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലരെന്താ പറയുക വെച്ചാൽ, പുതിയ രീതിയിൽ ശാസ്ത്രം ഒന്നിൽ നിന്നൊന്നും അല്ല ഇത് പലതും ഉണ്ടാവണത്. ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം പലതരം വസ്തുക്കളായിരുന്നു, അങ്ങനെ പലതും കൂടി ചേർന്ന് പലതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, ഇതിന് പിന്നിൽ ഒരൊറ്റ ശക്തി, ഒരൊറ്റ ആധാരമൊന്നുമില്ല എന്ന് പറഞ്ഞാലും ചിലരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ അന്വേഷണമൊക്കെ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒന്നിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായിട്ട് ഒരു ചിന്തകൻ കുറച്ച് കൊല്ലം മുമ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ, നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഒരു ശക്തിയാണ് ഇതിന് ആധാരം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും
നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ ഒരു ശക്തിയിലേക്ക് ഇതൊക്കെ കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനമൊക്കെ കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഉള്ള സാധനങ്ങൾക്ക് മൊത്തത്തിലൊരു യൂണിറ്റ് കിട്ടാത്തൊരു കഷ്ടപ്പാടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴും അങ്ങനെയാത്ര. നമുക്ക് ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പലതും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. പകരം ഇതിനൊക്കെ ഉണ്ടല്ലോ, ആത്മാവ് എന്ന് പറയുന്ന ഒരൊറ്റ യൂണിറ്റിയുടെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. അപ്പം നമ്മൾ ഈ രീതിയിലൊക്കെ പലതും ശ്രമിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ആശയങ്ങളെയൊക്കെ എടുത്തിട്ട് പോവുക. ചില സമയത്ത് ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഒന്നിലോ ഭാഗവത വേദിയിലെത്തുമ്പോൾ നമ്മൾ ബാക്കി അറിവൊക്കെ മറന്നിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തല്ല ജീവിക്കണത് എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിൻ്റെതായിട്ടുള്ളൊരു പുതിയ ലോകമാക്കി മാറ്റിയിട്ട് അവിടെ ഇരുന്നിട്ട് സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതിൽ മാത്രമല്ല, എല്ലാത്തിലും പെടുവേ. സകല ലോകങ്ങളെ പറ്റിയൊക്കെ കേൾക്കില്ലേ? അപ്പോൾ ഈ ലോകങ്ങളെ പറ്റിയൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിൻ്റെ തലങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തില്ല വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറ്റുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇന്നത്തെ ശാസ്ത്രത്തിനോട് ചേർത്തിട്ട് എടുക്കാൻ നോക്കും. അല്ലാത്ത സമയത്തൊക്കെ ഇതൊക്കെ ആധ്യാത്മിക തലങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ മാറ്റിവെക്കാനും നോക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ എത്തുമ്പോൾ ഇത് രണ്ടും അല്ലാത്ത ഒരു ഉത്തരം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഒരു വലിയ ബുദ്ധിമുട്ട്. പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായോ ചോദിച്ചാൽ പറയും, ഭഗവാൻ തൻ്റെ മായാശക്തിയെ സ്വീകരിച്ച് എല്ലാമായി വിളങ്ങാൻ തീരുമാനിക്കുന്നതോടുകൂടി ആ മായാശക്തി പലതായി മാറാൻ തുടങ്ങി. അങ്ങനെ മാറാൻ തുടങ്ങിയിട്ടാണ് മഹത്തത്വം ഉണ്ടായത്, അഹന്തത്വം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഇങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ പഠിപ്പിക്കണ്ടോ? ഇല്ല. കുറച്ചങ്ങനത്തെ കുഴപ്പങ്ങൾ വരും ഇതിനെ നമ്മൾ കാര്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണ സമയത്ത്. പക്ഷെ എന്നാലും നമ്മുടെ പൂർവികരുടെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതായി കാണപ്പെടുന്ന ഈ കാണുന്നതെല്ലാം ഒന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ഒന്നിനെ നമ്മൾ നേരിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല വെച്ചാലും ഒന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് പറഞ്ഞ് പഠിപ്പിച്ചു തരാനുള്ള ചില ഉദാഹരണങ്ങളായിട്ടാണ് കാണിച്ചു തരണേ. സൂര്യനിൽ നിന്ന് വെള്ളം വന്ന് സൂര്യനിലേക്ക് തന്നെ തിരിച്ചു പോണത് പോലെ, ഭൂമിയിൽ നിന്ന് എല്ലാം ഉണ്ടായി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോണത് പോലെ, തഥാ ഹരൗ ഏവ പ്രവാഹ എന്നാണ്. ഹരിങ്കൽ തന്നെയാണ് ഗുണപ്രവാഹം സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ഗുണപ്രവാഹം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ നാനാവിധ കാര്യങ്ങളെന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ 3 ഗുണങ്ങളൊക്കെ പറയുമല്ലോ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നൊക്കെ. അതിങ്ങനെ 3 പറയണമെന്നേ ഉള്ളൂ. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ലോകത്ത് കാണുന്ന സകല വൈവിധ്യങ്ങളെയും അവരൊരു 3 ഭാവങ്ങളായിട്ട് കണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഈ ലോകത്ത് കുറേ സാധനങ്ങളുണ്ടാവും. എല്ലാത്തിനെയും പേരെടുത്ത് സെപ്പറേറ്റ് ആക്കുന്നതിന് പകരം എന്താ വെച്ചാൽ സാത്വികങ്ങളുടെ ഗ്രൂപ്പ്, രാജസങ്ങളുടെ ഗ്രൂപ്പ്, താമസങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്താൽ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ത്രിഗുണങ്ങളുടെ രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കണം എന്താ വെച്ചാൽ ഈ വൈവിധ്യം മുഴുവൻ ഹരിയിൽ നിന്നുണ്ടായി ഹരിയിലേക്ക് തന്നെ പോണതാണ്. നമ്മളെ കുറേ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, പലതരത്തിലുള്ള സ്വഭാവങ്ങൾ, പലതരം അനുഭവങ്ങൾ. ഈ പ്രകൃതിയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വൈവിധ്യം ഇവിടെ നമ്മൾ കാണാം. ഇത് മുഴുവൻ ഈ ഹരിയിൽ നിന്നുണ്ടായി ഹരിയിലേക്ക് തന്നെ പോണതാണ് എന്ന് എളുപ്പത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. യഥൈവ സൂര്യാൽ പ്രഭവന്തി വാരഹ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹ. പറയാൻ നല്ല എളുപ്പമാണ്, നിങ്ങൾക്ക് കേൾക്കാനും എളുപ്പമല്ലേ, മനസ്സിലാക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. മനസ്സിലാക്കാനും ബുദ്ധിമുട്ടില്ലാന്നേ. പ്രശ്നം വരുന്നത് എന്താ വെച്ചാണ്ടല്ലോ, നമ്മൾ ഈ ചുറ്റും കാണുന്ന ഇത്രയും ആൾക്കാരുണ്ടല്ലോ, നമ്മളൊക്കെ ഇതേ മണ്ണിൽ നിന്ന് പോണ ആൾക്കാരാണെന്ന് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല വിഷമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇവിടെ ജീവിക്കണ സമയത്ത് വല്ല അഹങ്കാരത്തിനും സ്കോപ്പുണ്ടോ? ഇല്ല. എന്താണെന്നാ നമ്മൾ പറയുക, നാളെ ഒരു 6 അടി മണ്ണിലേക്ക് ഒതുങ്ങാനുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ആശയത്തെ ഈ രീതിയിലേക്ക് ഉൾക്കൊള്ളിക്കാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. എത്ര പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നിൽ നിന്നുണ്ടായതാണ്, ഒന്നിലേക്ക് തന്നെ പോണതാണെന്ന് പറഞ്ഞാൽ ഈ വന്നും പോയിരിക്കുന്ന സാധനങ്ങളെക്കാൾ അധികം ഇതൊക്കെ ഏതിൽ നിന്ന് വന്നുവോ ഏതിലേക്ക് പോകുന്നുവോ അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്നൊന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച് തരാം. നമുക്കിവിടെ കുറേ ബന്ധങ്ങളുണ്ട്, മറ്റു കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ശാശ്വതമല്ലല്ലോ. ഇതൊക്കെ ഏതിൽ നിന്നുണ്ടായോ ഏതിലേക്ക് തന്നെ തിരിച്ചു പോകണോ ആ ഒന്ന് മാത്രമേ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവുള്ളൂ. അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് തരിക. ഇതുകൊണ്ടൊക്കെയാണ് നാരദ മഹർഷി നേരത്തെ പറഞ്ഞത് എന്ത്, ജീവിതം എങ്ങനെയുള്ള ജീവിതമാണ് നല്ലത് ചോദിച്ചാൽ ഈശ്വരനെ സേവിക്കണ ജീവിതമാണ് നല്ലത്, ഈശ്വരനെ അറിയണ ജീവിതമാണ് നല്ലത്.
കാരണം ഇതൊക്കെ ഏതിൽ നിന്ന് വന്നോ ഏതിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞിട്ടില്ല വെച്ചാൽ നമ്മൾ ഈ ജീവിതത്തിൽ കഷ്ടപ്പെടുകയുള്ളൂ അല്ലേ? നമ്മളൊക്കെ ഈശ്വരനിൽ നിന്ന് വന്നു, ഈശ്വരനിലേക്ക് തിരിച്ചു പോകണമെന്ന് മനസ്സിലാവണില്ല വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്താ വെച്ചാൽ വന്നത് ഭാരമായിട്ട് തോന്നും, പോണത് കഷ്ടമായിട്ടും തോന്നും. നമുക്ക് ആർക്കും ഇവിടുന്ന് പോകാൻ വയ്യ, പോണവരൊക്കെ ആലോചിക്കുമ്പോൾ വിഷമാണ് അല്ലേ? അപ്പം നമ്മൾ തന്നെയല്ലേ ചില സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വാർത്തകൾ പറയണത്. ഭഗവാനാ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, തിരിച്ചു കൊണ്ടുപോയത് ആരാ? ഭഗവാനാണ്. എന്നിട്ട് എന്തൊക്കെയാ പറയുക, ഭഗവാന് പാട്ട് കേൾക്കാൻ തോന്നിയപ്പോൾ ഭഗവാൻ ചെമ്പൈനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഇരുന്ന് ഭഗവാന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാവും അല്ലേ? നമ്മൾ കുറേ പറയും. അപ്പം നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ. പിന്നെന്താ നമ്മൾ പറയുക, നല്ലവരെ ഭഗവാൻ നേരത്തെ വിളിക്കും. ഇതെങ്ങടാ പോയി എന്നുള്ളതിനൊരു ഉത്തരം വേണ്ടേ? അപ്പം ഭഗവാനുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റാത്തവരെന്ത് പറയും? ഒന്നുമല്ല, നമുക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. കുറേ മൂലകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നപ്പോൾ ഒരു ശരീരമൊക്കെ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ എന്ന് പറയാൻ പാകത്തിനൊരു ബോധവും വന്നു. കുറച്ച് കാലം ഇത് ഈ മെഷീൻ ഇവിടെ കിടന്നിങ്ങനെ ഓടി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ആ മെഷീൻ ഓഫായിപ്പോയി. അത്രയേ ഉള്ളൂ. ഈ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആരോ ആണ്, ആരുടെയോ ആരോ ആണെന്നൊക്കെ വിചാരിച്ചിരുന്നതിന് വലിയ വിലയൊന്നുമില്ല എന്നാണ് പറയുക. ഈ ആശയങ്ങൾക്കൊക്കെ ജീവിതത്തിൽ വലിയ വിലയുണ്ട്. ഭഗവാനിൽ നിന്ന് വന്നു ഭഗവാനിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ഒരു സൗന്ദര്യമൊക്കെ ഉണ്ട്, കുറച്ച് ഫീലിങ്സ് ഒക്കെ വരും. എന്നാൽ ഞാൻ പറ്റി നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളൊക്കെ വെറും ആറ്റംസാണ്, കുറച്ച് കഴിഞ്ഞാൽ ആറ്റമായിട്ട് പോകും എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല വില ഉണ്ടാവുമോ? ഇല്ല. ഇപ്പം എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ കുറേ ആറ്റംസും മോളിക്യൂൾസും ചേർന്നതാണ് എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, ഇതിങ്ങനെ കൂടിച്ചേർന്ന് കുറച്ച് കാലം ഇങ്ങനെ കാണപ്പെട്ടു. ഞാൻ പഠിച്ചിട്ടുണ്ട് ആറ്റംസ് നശിക്കില്ല, കൂടിച്ചേർന്ന കോമ്പൗണ്ടുകളൊക്കെ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കോമ്പൗണ്ടൊക്കെ പോയി, അവരൊക്കെ ആറ്റമായിട്ട് മാറി. നിങ്ങളുടെ വിചാരിച്ചിരുന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അപ്പോഴേക്കും നമ്മുടെ ഈ സ്നേഹം, അടുപ്പം, നമ്മൾ വ്യക്തികൾക്ക് കാണുന്ന വില, ഇതിനൊക്കെ കുറച്ച് കുഴപ്പമുള്ള പോലെ തോന്നും. നേരെ മറിച്ച് നമ്മൾ എന്ത് പറയാമെന്നറിയോ? ഈശ്വരനാണ് നമ്മുടെ മുന്നിൽ ആരായി നിൽക്കുന്നത്? അമ്മയായി നിൽക്കുന്നത്, അച്ഛനായി നിൽക്കുന്നത്, അനിയത്തിയായിട്ട് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശ്വരൻ തൻ്റെ സ്ക്രിപ്റ്റിൽ ഈ വേഷം വേണ്ട തീരുമാനിച്ച വേഷങ്ങളൊക്കെ അഴിച്ചു വെച്ചു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് പറയുമ്പോൾ അല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഭാഗവതം പറഞ്ഞു തരുന്ന ആചാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ആറ്റമായി മാറി എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് പകരം നമ്മളെന്താ പറയുക? ഈശ്വരൻ ആ വേഷം കൊണ്ടുപോയി എന്ന് പറയും, നമ്മൾ സമാധിയായി എന്ന് പറയും. എത്ര ഭംഗിയായിട്ടുള്ള ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കുക. വിഷ്ണുപദം പൂകി, പിന്നെന്താ? വൈകുണ്ഠത്തിലേക്ക് പോയി, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചു. നോക്കിയ എത്ര സൗന്ദര്യാത്മകമായിട്ടാണ് നമ്മൾ സംസാരിക്കണേ നോക്കൂ. നമുക്ക് ആ മരണം, മരിച്ചു, പോയി എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളുടെ ഒരു ഫീലിനേക്കാൾ നല്ല ഫീലാണ് നമ്മൾ എന്ത് പറയുമ്പോൾ ലയിച്ചു, പ്രാപിച്ചു, അവിടെ എത്തിച്ചേർന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പം നമ്മളിതിനെ മാക്സിമം ആ ഒരു നല്ല ലാംഗ്വേജിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ് സാധാരണ ചെയ്യണേ. സംഭവം എന്തേ ഉള്ളൂ, എങ്ങനെയൊക്കെ ഉണ്ടായി വന്നത് കുറേ കഴിഞ്ഞപ്പോൾ പോയി. അത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ഉദാഹരണങ്ങളും ശരിക്ക് ഞാനീ പറഞ്ഞതുപോലെയാണ്. ഭഗവാൻ സൂര്യനിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഈ മണ്ണിൽ നിന്നുണ്ടാവുന്നതാണ് സകലതും മണ്ണിലേക്ക് തന്നെ പോയി എന്നൊക്കെ പറയണത്. അവിടെ നമ്മൾ ഈശ്വരനെ കണക്ട് ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പം ഇതേപോലെയൊക്കെ ഭഗവാനിൽ നിന്നുണ്ടായതാണ് എല്ലാം, ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോണതാണ് എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ജീവിതത്തിൽ മറ്റെല്ലാത്തിനേക്കാൾ പ്രാധാന്യം എന്തിലേക്ക് വെക്കാനായിട്ട് പറയണത്? ഭഗവാനിലേക്ക് വെക്കാനായിട്ട് പറയണത്. അത്രയേ ഉള്ളൂ. നമ്മൾ പക്ഷേ ഇവിടെ കാണുന്ന സകലത്തിനോടുമാണ് ബന്ധം കൂടുതൽ വെക്കുന്നത്. നമുക്ക് അടുപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടാണ്, നമ്മളിവിടെ കാണുന്ന വസ്തുതകളോടാണ്. പണ്ടുള്ളവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഒക്കെ ശരിയാ, പക്ഷെ ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല. ഇതൊന്നിൽ നിന്ന് വന്നതാണ്, അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പം നിങ്ങൾ ഇതിനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ നല്ലത് ആരെ നോക്കിയിരിക്കുന്നതാണ്? ഇതിനാധാരമായിരിക്കണം ഭഗവാനെ നോക്കിയിരിക്കുന്നതാണ്. എന്നാൽ കുഴപ്പമില്ല. ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പം ആ ഭഗവാനെ ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഭഗവാനെ പറ്റിയാണ് എപ്പോഴും പറയണത് വെച്ചാൽ ജീവിതത്തിൽ ഇത്തിരി വിഷമമൊക്കെ കുറയും. മറ്റേത് ഈ വന്നും പോയിരിക്കുന്ന സാധനങ്ങളെ പറ്റി ആലോചിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്നും വിഷമങ്ങളെ ഉണ്ടാവുള്ളൂ.
വന്നും പോയും ഇരിക്കുന്ന വസ്തുക്കളെ നോക്കുന്നതിന് പകരം ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ എങ്ങോട്ട് പോകുന്നോ അതിനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമുണ്ട് എന്ന് പറയുന്നു. എത്രയൊക്കെ ഭാഷയിൽ അവർ നമ്മളെ പഠിപ്പിക്കാൻ നോക്കണേന്ന് അറിയുമോ? എല്ലാ കഥയുടെ ഇടയിലും പല രീതിയിൽ പറഞ്ഞ്, പല ശ്ലോകങ്ങളിൽ പറഞ്ഞ്, അങ്ങനെയെങ്കിലും കരയാണ്ടേ ആവട്ടെ വെച്ചിട്ടാണ്. അങ്ങനെയെങ്കിലും ജീവിതത്തിലെ കുറേ ഭാരമൊക്കെ പോയിക്കോട്ടെ, കുറേ സങ്കടമൊക്കെ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം എളുപ്പമല്ലല്ലോ. ഈ വന്നും പോയിരിക്കുന്ന സാധനങ്ങളെ പറ്റി ആലോചിച്ചിട്ട് തന്നെയാണ് വിഷമം ഉണ്ടാവുന്നത്. ജീവിതം ഉൾക്കൊള്ളാൻ പറ്റാണ്ടേ ആവണത് അങ്ങനെയാണ്. ബാക്കിയുള്ളത് വരുന്നതും പോണതും ആലോചിച്ചിട്ട് മാത്രമല്ല, ഈ ഞാൻ തന്നെ വരുന്നതും പോണതും ആലോചിച്ചാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കിയ ആൾക്കാർ പക്ഷെ എത്ര കൂളായിട്ടാണ് പോണേ. നമ്മൾ ആ പ്രഥമ സ്കന്ധത്തിൽ കാണുന്ന ഭീഷ്മരുടെ സ്തുതിയിൽ ഭീഷ്മരൊക്കെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഭീഷ്മരെ വലിയ ഓർമ്മയില്ല, പകരം ഭീഷ്മര് എന്നുള്ള പേരുള്ള ഒരാൾ എവിടെ നിന്നാണോ വന്നത്, എവിടേക്കാണോ പോണത്, ഞാൻ അതിനെ മാത്രമേ ഇപ്പോൾ ആലോചിക്കാറുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ പലതും പോകുമ്പോഴുള്ള വിഷമവും നമ്മൾ പോകുമ്പോഴുള്ള വിഷമമൊക്കെ മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ജീവിതത്തിലെ വിഷമം ഇല്ലാണ്ടാക്കാനുള്ളതല്ല ഭാഗവതം എന്ന് ഒരിക്കലും തോന്നണ്ട. ഇതിലെ സകല ശ്ലോകങ്ങളിലും കൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന കാര്യം മുഴുവൻ നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ പോലെയാണ്. പ്രചേതസ്സുകളോട് നാരദൻ പറയണത്, പ്രചേതസ്സുകളെ നിങ്ങളായാലും വൃക്ഷങ്ങളുടെ വളർത്തുപുത്രിയായ നിങ്ങളുടെ ഭാര്യ ആയാലും നിങ്ങൾക്കുണ്ടായ മകൻ ദക്ഷനായാലും ഈ ഞാനായാലും നമ്മളൊക്കെ ആ ഭഗവാനിൽ നിന്നാണ് വരുന്നത്, ആ ഭഗവാനിലേക്കാണ് പോണത്. ജീവിതത്തിൽ അതിനെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ കുറേ ഭാരം തീരുള്ളൂ. അവസാന നിമിഷം പോകുമ്പോഴുള്ള വിഷമവും ഇല്ലാണ്ടാവും. എന്നാ പാവം ജഡഭരതൻ അത് അത്ര തോന്നിയില്ല. അത്ര ജഡഭരതനല്ല ഭരതരാജാവിന്. മൂപ്പരിതൊക്കെ പഠിച്ചതാ. മൂപ്പരുടെ ഭാര്യയും മക്കളും എല്ലാവരും ഹരിയിൽ നിന്ന് വന്നതാണ്, ഹരിയിലേക്ക് പോണതാണ്. അതുകൊണ്ട് വന്നവരെയും പോയവരെയും നോക്കണ്ട, ആരെ മാത്രം നോക്കിയാൽ മതി, ഹരിയെ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ തീരുമാനിച്ചാൽ ഹരിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് കൊട്ടാരത്തു നിന്നൊക്കെ വിട്ടിട്ട് ഒരു ആശ്രമത്തിൽ പോയിരുന്നത്. ആശ്രമത്തിൽ പോയിരുന്നിട്ട് മൂപ്പര് ആലോചിച്ചത് മുഴുവൻ ആരെയായിരുന്നു? ഹരിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാൻകുട്ടി വന്നു. പക്ഷെ ആ മാൻകുട്ടി വന്നത് ഹരിയിൽ നിന്നാണ്, മാൻകുട്ടി പോണതും ഹരിയിലേക്കാണ്. അതുകൊണ്ട് ആരെ ആലോചിച്ചാൽ മതിയായിരുന്നു? ഹരിയെ ആലോചിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഭരതന് നോക്കാൻ തോന്നിയത് ആരെയാണ്? മാൻകുട്ടിയാണ്. പെട്ടു. അപ്പോഴേക്കും എന്താണ്ട് അവനെ വെച്ചാൽ പോകുമ്പോഴേക്കും വിഷമായി. മാൻകുട്ടിയെ വിട്ടു പോണതിൻ്റെ വിഷമായിട്ട് മാറി. ജീവിതത്തിൽ അങ്ങനെയാണ് നമുക്കൊക്കെ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെയൊക്കെ ഒരു രീതി വെച്ചിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ പകുതി അംഗീകരിക്കും, എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റും. എല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നു, ഭഗവാനിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വേണ്ടപ്പെട്ടവരെ ഒന്നും കൂടെ ഇങ്ങോട്ട് തന്നാൽ, എനിക്ക് വേണ്ടപ്പെട്ടവരെ അങ്ങോട്ട് കൊണ്ടുപോകാണ്ടിരുന്നാൽ എനിക്ക് സന്തോഷം ആയിരുന്നു. അത്രയും നമ്മൾ ഭാഗവതത്തിൽ പറയണതിനെ പകുതി അംഗീകരിക്കുന്നുണ്ട്. എന്താ അംഗീകരിക്കണത്? എല്ലാം ആരിൽ നിന്ന് വന്നതാ? ഈശ്വരനിൽ നിന്ന് വന്നതാ. എല്ലാം ഇങ്ങോട്ട് പോണതാ? ഈശ്വരനിലേക്ക് പോണതാ. പക്ഷെ ഭാഗവതം പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ആരെ ശ്രദ്ധിച്ചോളൂ? ഈശ്വരനെ ശ്രദ്ധിച്ചോളൂ, വന്നതിനെയും പോയതിനെയും പറ്റി കാര്യമായിട്ട് നോക്കണ്ടാന്ന്. പക്ഷെ നമ്മളതിനെ മാറ്റിയിട്ട് എന്ത് പറഞ്ഞു? ഭഗവാനിൽ നിന്നാണല്ലോ വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് വേണ്ടപ്പോൾ വേണ്ട ആൾക്കാരെയൊക്കെ ഇവിടെ ആക്കിത്തരണേന്ന്. ഭഗവാനിലേക്കാണല്ലോ പോണത്, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭഗവാനെ എനിക്ക് വേണ്ടവരെയൊന്നും അങ്ങോട്ട് അധികം കൊണ്ടുപോകരുത്. മറ്റേതും പ്രാർത്ഥിക്കും, എന്ത് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ലാത്തവരെയൊക്കെ ഒന്ന് അതെ വേഗം കൊണ്ടുപോയിക്കോളൂ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് അംഗീകരിച്ചു. തഥാ ഹരാവേവ ഗുണപ്രവാഹ എന്നുള്ളതൊക്കെ നമ്മൾ അംഗീകരിച്ചു. പക്ഷെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട പോലെ ഒന്ന് തരാനും കൊണ്ടുപോകാനും പറ്റുമോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആ നിലയിലേക്ക് ആക്കി മാറ്റി. പക്ഷെ ഭാഗവത് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് തരാനും എടുക്കാനും ഭഗവാനോട് പ്രാർത്ഥിക്കാനല്ല, പകരം ഇതൊക്കെ വരുന്നതും പോണതും ആണെങ്കിൽ ആരെ ആലോചിക്കുകയാണ് നല്ലത്? ഭഗവാനെ ആലോചിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു വയ്ക്കണം. വിഷമിക്കാതിരിക്കാൻ അതേ ഉള്ളൂ ആത്യന്തികമായിട്ടുള്ള സൊല്യൂഷനെ. പലപ്പോഴും നമ്മൾ ചെയ്യെന്താ ചോദിച്ചാൽ, ഹരിയിൽ നിന്നാണ് വരുന്നത്, ഹരിയിലേക്കാണ് പോണത്, അതുകൊണ്ട് ഹരിക്ക് വേണ്ടിയിട്ട് ഇന്ന പ്രാർത്ഥന ചെയ്താൽ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണത് നീട്ടിത്തരും. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഭാഗവതത്തിൽ ചിത്രകേതുവിൻ്റെ കഥയൊക്കെ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. മക്കളില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച അവസാനം മകനുണ്ടായി, മകൻ മരിക്കുകയും ചെയ്തു. മരിച്ചപ്പോൾ മൂപ്പർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, നീട്ടി കിട്ടിയാൽ നല്ലതാണെന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ചില അനുഭവമൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിങ്ങനെ വരും പോവും ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ ഭേദം വരുന്നതിനെയും പോണതിനെയും നോക്കാണ്ട് ആരെയും നോക്കണതാണ്. ഇത്രയേ ഉള്ളൂ.
ചിത്രകേതുവിൻ്റെ മറ്റ് ഭാര്യമാർക്ക് ആദ്യത്തെ ഭാര്യയിലുണ്ടായ കുട്ടിയോട് അസൂയ തോന്നുകയാണ്. ആദ്യം അവർ പറഞ്ഞത് ഹരിയിൽ നിന്ന് ഈ കുട്ടി വന്നേൽ സന്തോഷമായിരുന്നു എന്നാണ്. പിന്നെ അവർ പറയാൻ തുടങ്ങിയത് എന്താ വെച്ചാൽ എന്തിനപ്പോൾ ഇവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, അതോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതം അപകടമായത് എന്നാണ്. അതുകൊണ്ട് ഹരിയായിട്ട് കൊണ്ടുപോകണില്ല വെച്ചാൽ ഞങ്ങളായിട്ട് തന്നെ പറഞ്ഞയച്ചരാന്ന് പറഞ്ഞിട്ടാണ് അവർ വിഷം കൊടുക്കാൻ നോക്കിയത്. ഇതാണ് കുഴപ്പം. അപ്പം നമുക്ക് വേണ്ടപ്പോൾ ഹരിയിൽ നിന്ന് പലതും വരണില്ലാന്നും നമുക്ക് വേണ്ടാത്തപ്പോൾ പലപ്പോഴും ഇതൊക്കെ ഹരിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതും പ്രശ്നമായിട്ട് അതിനെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥനയുടെ വഴിയിലൂടെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിതിൻ്റെ പകുതി അംഗീകരിച്ചു, എന്നിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് ഇതിനെ ആക്കാൻ നോക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാം ഹരിയിൽ നിന്ന് വന്ന് ഹരിയിലേക്ക് പോണതായതുകൊണ്ട് നാരദ മഹർഷി പറയുകയാണ്, ഏറ്റവും അധികം ശ്രദ്ധ ആരിലേക്ക് വെക്കുന്നതാണ് നല്ലത്? ഹരിയിലേക്ക് വെക്കുന്നതാണ് നല്ലത്. ഹരിയെ സേവിച്ചാൽ എല്ലാത്തിനുമുള്ള സേവയായി മാറുന്നു എന്നും കൂടെ പറഞ്ഞു. ഈ പുറത്തേക്ക് നോക്കണ വ്യൂ ഒന്ന് മാറ്റി ഉള്ളിലേക്ക് നോക്കാം. ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ വിവിധ തരത്തിലുള്ള അഭിമാനങ്ങൾ. ഇപ്പം ഞാനൊരു പ്രഭാഷകനായിട്ട് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആരാ ചോദിച്ചാൽ ഞാൻ പ്രഭാഷകനാണ്. അപ്പോൾ നേരത്തെ അദ്ദേഹം ഇവിടെ അനൗൺസ് ചെയ്തു ഞാൻ ഒരു പരിപാടിക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ പ്രഭാഷകനല്ല, അവിടെ പോകുമ്പോൾ ഞാൻ വേറെ ആളാണ്. എൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് പ്രഭാഷകനാന്ന് പറഞ്ഞാൽ കസാരയിൽ ഇരിക്കാൻ പറ്റും? ഇല്ല. അവിടെ ഇപ്പോൾ ഞാൻ മകനും ഏട്ടനും ഒക്കെയും. അപ്പം എൻ്റെ ഈ വിവിധ അഭിമാനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിവിധ അഭിമാനങ്ങളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായി? ഈ വിവിധ അഭിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, പലതരത്തിലുള്ള നമ്മുടെ ശീലങ്ങൾ, ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരാത്മഭാവത്തിൽ നിന്നാണ് ഈ വ്യത്യസ്ത അഭിമാനങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാവും. ഇതൊക്കെ അതിൽ നിന്ന് വരുന്നു, ഇതൊക്കെ അതിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ പിന്നെ ഈ വരുന്നതും പോണതും ആകുന്ന അഭിമാനങ്ങളെയും മറ്റുമൊക്കെ നോക്കണോ, അതോ അതിനൊക്കെ ആധാരമായ ഒന്നിനെ നോക്കണോ? ഏതാ നല്ലത്? ആ ഒന്നിനെ നോക്കണം. അപ്പം അതിനെ നോക്കിക്കോളൂ. അത്രേ പറഞ്ഞു തരുന്നുള്ളൂ. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അതിൽ നിന്നാണ് ബാക്കി എല്ലാം ഉണ്ടാവണത്, അതിലേക്കാണ് തിരിച്ചു പോണത്. അപ്പം അതിനെ ഓർത്തോളൂ. ഈ രണ്ട് രീതിയിൽ നമുക്കിതിനെ ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ കാര്യമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഏതത് പദം തജ്ജഗത് ആത്മനഃ പരം സകൃദ് വിഭാതം സവിതുരി യഥാ പ്രഭാ യഥാ ആസവോ ജാഗ്രതി സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനഭിതാ ഭ്രമാത്യയ. പലതരം ആശയങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു ആശയം ആവശ്യം. ഇതിപ്പോൾ ഹരിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞുല്ലോ, ഹരിയിലേക്ക് എല്ലാം ആണ് തിരിച്ചു പോണത് എന്നും പറഞ്ഞു. ഇതെങ്ങനെ ഹരിയിൽ നിന്നുണ്ടാവുന്നു, എങ്ങനെ ഹരിയിലേക്ക് തിരിച്ചു പോകും, അതിനെ ഒന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഈ ജഗത്ത് മുഴുവൻ ഇതിനെല്ലാം ആധാരമാണ് എന്ന് നമ്മൾ പറഞ്ഞ ഈശ്വരനിൽ നിന്ന് സകൃദ് വിഭാതം എന്ന് ചിലപ്പോൾ വരുന്നതായിട്ട് കാണപ്പെടുന്നു, ചിലപ്പോൾ അത് അതേപോലെ കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുക. അതിന് ഉദാഹരണം പറയണത് യഥ ആസവഹ ജാഗ്രതി സുപ്തശക്തയ. അസവഹ എന്നുള്ളതിന് നമ്മുടെ ഇന്ദ്രിയ ശക്തികൾ എന്നൊക്കെ അർത്ഥമെടുക്കാം. അതിൻ്റെ രണ്ട് വേർഷനാണ് കാണിച്ചു തരുന്നത്. ഒന്ന് ജാഗ്രതി, പിന്നൊന്ന് സുഷുപ്തം. ഇപ്പം കാഴ്ചശക്തി, കേൾവി ശക്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ ഉണർന്നിരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഉറങ്ങുമ്പോൾ ഇതൊക്കെ എവിടെ പോയി? മൊത്തത്തിൽ പോയോ? ഇല്ല. അത് ഉള്ളിൽ ലയിച്ചിരിക്കണു. വീണ്ടും ഉണർന്നാൽ വീണ്ടും പുറത്തേക്ക് വരും. അല്ലാണ്ട് അത് ഒന്നടങ്കം ഇല്ലാണ്ടാവുകയല്ല. ആദ്യമേ അതിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ ഉള്ളിലേക്ക് തന്നെ പോണത്. ഇത്ര ഭംഗിയായിട്ട് ഈ മെഷീൻ വർക്ക് ചെയ്യണേ നോക്കൂ. നമ്മൾ ഉണരുന്നതോട് കൂടിയിട്ട് കാഴ്ചശക്തി, കേൾവി ശക്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഉറങ്ങുന്നതോട് കൂടിയിട്ട് അത് മുഴുവൻ ഉള്ളിലേക്ക് ലയിക്കും. പിന്നെ കേൾക്കുമോ? പിന്നെ കാണുമോ? ഇല്ല. ഇതൊക്കെ അല്ലാണ്ട് ഈ ശക്തികളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ലയിപ്പിച്ച് വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. ഇതേപോലെയാണ് ഈശ്വരനിൽ നിന്ന് ഈ കാണുന്ന വൈവിധ്യം മുഴുവൻ സകൃദ് വിഭാതം ഒരു തവണ പ്രകാശിപ്പിച്ച് കാണപ്പെടുന്നതും മറ്റൊരു സമയത്ത് അതൊക്കെ അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാ അങ്ങനെ പറയണേ ചോദിച്ചാൽ,
ഇതിനൊക്കെ വേറെ കുറേ ഗഹനമായിട്ടുള്ള താല്പര്യങ്ങളും അതിനെ തമ്മിലുള്ള ചർച്ചകളും ഒക്കെ ഉണ്ട്. ഈശ്വരൻ ഒരു കൺട്രോൾ ഇല്ല എന്ന് വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിനും പോകുന്നതിനും. ഇപ്പം ഈശ്വരനിൽ നിന്ന് തന്നെ ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് വരും, ചിലപ്പോൾ ഉള്ളിൽ ലയിച്ചിരിക്കും എന്ന് പറഞ്ഞാലേ ഈ വരുന്നതും പോകുന്നതിനൊക്കെ അപ്പുറത്ത് ഈശ്വരൻ്റേതാകുന്ന ഒരു നിലനിൽപ്പിനെ നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിലേക്ക് തന്നെ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺട്രോള് മുഴുവൻ ഭഗവാനിലാണ്. അതായത് ഇതൊന്നും ഇല്ലെങ്കിലും ഭഗവാൻ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ കുറച്ചും കൂടെ ഒരു മൂല്യം കൂടും. അല്ലെങ്കിൽ ഭഗവാന്റെ നിയന്ത്രണത്തിനല്ലാണ്ട് ഇത് എങ്ങനെയോ വന്നിട്ട് പോകണു എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അതിനു വേണ്ടി പറയണതാണ്. ഭഗവാനിൽ നിന്ന് തന്നെ ഇടയ്ക്ക് കാണപ്പെടുന്നു, ഇടയ്ക്ക് ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു ലയിച്ചു പോകുന്നു. എപ്പോഴും ഭഗവാൻ ഇങ്ങനെ ഈ വൈവിധ്യങ്ങളെ തന്നിൽ നിന്ന് നിറച്ചു വെച്ചുകൊണ്ടാണോ ഇരിക്കണേ ചോദിച്ചാൽ അല്ല എന്നൊരു ഉത്തരം കിട്ടാൻ പാകത്തിനാണ്. ഒരു ഉദാഹരണം കൂടെ അവിടെ സൂചിപ്പിക്കുന്നത് സവിതുരി യഥാപ്രഭ എന്നാണ്. സവിതാവിൻ്റെ പ്രഭയെ പോലെ. സവിതാവ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ പ്രഭയെ പോലെ. അപ്പം സൂര്യനിൽ നിന്ന് പ്രകാശം കാണപ്പെടുന്നതും കുറച്ച് കഴിഞ്ഞാൽ എന്താ സൂര്യൻ്റെ പ്രകാശം ഇല്ലാണ്ടാവോ? ഇല്ലല്ലോ. ഇപ്പം സൂര്യനിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് ഇങ്ങനെ പ്രഭവിക്കുന്നതായിട്ടും കാണാം. അതേ സൂര്യൻ്റെ പ്രഭ ചിലപ്പോൾ സൂര്യനിൽ തന്നെ ലയിച്ചിരിക്കുന്നത് പോലെ ആവാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും സൂര്യനിൽ നിന്ന് വരുന്ന പ്രഭയും രണ്ടല്ല ഒന്ന് തന്നെ എന്ന് കണക്കാക്കാനും ആവാം എന്നാണ് പറയുന്നത്. ഇപ്പം ഈശ്വരനിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ വേറെന്തോ സാധനമായിട്ട് ഉണ്ടായി നിൽക്കണു എന്നുള്ളൊരർത്ഥം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനിൽ നിന്ന് എപ്രകാരമാണോ സൂര്യനിൽ നിന്ന് സൂര്യരശ്മികൾ ഉണ്ടാവണത് അതേപോലെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഓരോന്നിൽ നിന്നും ഉണ്ടായത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ പലതരം വേർഷൻസ് ഉണ്ട്, പല രീതിയിലാണ് അത് പറയുക. ഇപ്പോൾ പാലിൽ നിന്ന് തൈര് ഉണ്ടാവണ പോലെയാണോ സൂര്യനിൽ നിന്ന് സൂര്യൻ്റെ പ്രകാശം ഉണ്ടാവണത് ചോദിച്ചാൽ എന്താ പറയുക? ആണോ? പക്ഷെ പാൽ എന്തായി മാറി? തൈരായിട്ട് മാറി. തിരിച്ച് പാലാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ സൂര്യൻ രശ്മിയായി മാറി, ഇനി തിരിച്ച് സൂര്യനാവാൻ പറ്റില്ല എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ഈ വൈവിധ്യമാകുന്ന ലോകം ഈശ്വരനിൽ നിന്ന് എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ പറയണത്, സൂര്യൻ്റെ പ്രഭ പോലെ. അപ്പം ഭഗവാനിൽ നിന്ന് ഈ കാണുന്ന വൈവിധ്യം ഭഗവാന്റെ തന്നെ ഒരു പ്രഭ പോലെ എങ്ങനെ പ്രകാശിക്കപ്പെടുന്നു, അത് അതിലേക്ക് തന്നെ ഒരു ഘട്ടത്തിൽ ലയിച്ചു പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തരികയാണ്. അങ്ങനെ സംഭവിക്കുമ്പോഴും ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രവ്യക്രിയ ജ്ഞാനഭിത ഭ്രമ അത്യയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ്രവ്യം, ക്രിയ, ജ്ഞാനം എന്നങ്ങനെയുള്ള ഭേദങ്ങളുണ്ട്. ആ ഭേദങ്ങളെ കൊണ്ട് സംഭവിക്കുന്ന ഭ്രമമുണ്ട്. ഈ ഭ്രമം മുഴുവൻ ഇല്ലാതിരിക്കുന്ന ആളാണ് ഭഗവാൻ എന്നാണ് സൂചിപ്പിച്ചു തരുന്നത്. കുറച്ച് എളുപ്പത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഒരു പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ 3 സാധനങ്ങൾ ഇത് എപ്പോഴും ഉണ്ട് എന്നാണ്. ഇപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് എന്നെ കേൾക്കുമ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോഴും 3 സാധനങ്ങൾ ഇതിലൊക്കെ കാണും. എന്താ വെച്ചാൽ കാണുക എന്ന് പറയുന്ന ഒരു രംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച ശക്തിയുണ്ട് അവിടെ, കാണപ്പെടുന്ന വസ്തുവുമുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ പൂർവികരതിനൊരു 3 ഡിവൈഡ് ചെയ്തിട്ട് എന്താ പറയുക വെച്ചാൽ ദ്രവ്യവുമുണ്ട്, ക്രിയയുമുണ്ട്, ജ്ഞാനവും ഉണ്ട് എന്ന് പറയും. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാഴ്ച ശക്തിയാകുന്ന ശക്തിയോടുകൂടി നിരവധി വർണ്ണങ്ങളാകുന്ന കാഴ്ചകളെ നമ്മൾ കാണുന്നു എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അതിൽ 3 സാധനങ്ങളായി. അതേപോലെയാണ് വായുവിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ സഹായത്താൽ ശബ്ദം എന്ന് പറയുന്ന ഒന്നിനെ
കേൾവി ശക്തിയിലൂടെ നമ്മൾ അറിയണത്. അവിടെ 3 അപ്പം ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ ശക്തികളും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളും ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി തുടങ്ങിയ ഭൂതങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഒരു 3 കണക്ഷനായിട്ടാണ് ഇതിനെ പറയുക. ദ്രവ്യവും ജ്ഞാനവും ക്രിയയൊക്കെ അതിൽ ഒരുമിച്ച് വരും. പഞ്ചഭൂതങ്ങളും അതേപോലെ ഇന്ദ്രിയ ശക്തികളും എല്ലാം കൂട്ടിച്ചേർത്തിട്ട്. പക്ഷേ ഈ 3 ഇവിടെ കാണപ്പെടുന്നത് വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അത് 3 വിഭിന്നമായിട്ട് തോന്നപ്പെടുമെങ്കിലും, ദ്രവ്യ ക്രിയാ ജ്ഞാന ഭേദം കൊണ്ടുള്ള ഭ്രമം നമുക്ക് വരുമെങ്കിലും, ഭഗവാനെ സംബന്ധിച്ച് ദ്രവ്യജ്ഞാന ക്രിയാ ഭേദം കൊണ്ടുള്ള ഭ്രമം ഇല്ല. അതാണ് ദ്രവ്യക്രിയാ ജ്ഞാന ഭിദ ഭ്രമ അത്യയ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയാച്ചാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മളും നമ്മൾ അനുഭവിക്കുന്ന ലോകവും നമുക്ക് ഈ ലോകം അനുഭവിക്കാനുള്ള വഴിയായിട്ടുണ്ടാവുന്ന ചില സാഹചര്യങ്ങളും ഒക്കെ വേറെ വേറെയാണ്. അങ്ങനെയാണ് ഈ ലോകം നമുക്ക് പലതായിട്ട് തോന്നപ്പെടുന്നത്, പല രീതിയിൽ വർക്ക് ചെയ്യണതായിട്ട് തോന്നുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞു തരണു, ഈ നമ്മളും നമ്മൾ അനുഭവിക്കുന്ന ലോകവും നമുക്ക് ഈ ലോകത്തെ അനുഭവിക്കാൻ വേണ്ടി അനുകൂലമായി വരുന്ന സാഹചര്യവും എല്ലാം ഒരേ ഈശ്വരനിൽ നിന്ന് ഉണ്ടായതാണ്. ഒരേ ഈശ്വരൻ തന്നെയാണ് അങ്ങനെ വിരാജിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ആത്മഭാവമാണ് വിവിധ അഭിമാനങ്ങളായും ആ അഭിമാനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് പല ഇന്ദ്രിയ ശക്തികളിലൂടെ പലതും അനുഭവിക്കുന്നതായും ആ ഇന്ദ്രിയ ശക്തികൾക്ക് അനുഭവിക്കാനുള്ള വിഷയങ്ങളായും ഇതിനനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രത്യേകതകളായും ഒക്കെ മാറുന്നത് എന്ന് പറയുന്നത് പോലെ. സ്വപ്നം കാണുന്ന ഉദാഹരണമൊക്കെ എടുത്താൽ ക്ലിയറാണ്. എത്ര ഭംഗിയായിട്ട് ആ സ്വപ്നത്തിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി. ആ സ്വപ്നം കാണുന്ന നമ്മളുണ്ട്, നമുക്ക് അനുഭവിക്കാനുള്ള ലോകം വേറെയുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ലോകം വേറെയും നമ്മൾ വേറെയൊക്കെ ആയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. കാരണം ഇത് മുഴുവൻ എവിടെയാണ് ഉണ്ടാവണത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവണത്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തന്നെയാണ് സെറ്റ് ഇട്ടിട്ട്, നമ്മൾ തന്നെയാണ് സ്ക്രിപ്റ്റ് അനുസരിച്ച്, നമ്മൾ തന്നെയാണ് അഭിനയിക്കണത്, നമ്മൾ തന്നെയാണ് ഷൂട്ടും ചെയ്യണത്. ഇതേപോലെയാണ് പറഞ്ഞിരുന്നേ. നമുക്ക് ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ നിർമ്മാതാവ് വേറൊരാളാണ്, അഭിനയിക്കുന്ന ആൾക്കാർ വേറൊരാളാണ്, സ്ക്രിപ്റ്റ് വേറെ ആരുടെയോ ആണ്, ഇത് സമയാസമയം ഷൂട്ട് ചെയ്ത് കാണുന്നതും വേറെ ആരോ ആണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്നു, ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാതാവ്, ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ, ഭഗവാൻ തന്നെയാണ് സ്ക്രിപ്റ്റ്, ഭഗവാൻ തന്നെയാണ് അഭിനയിക്കുന്നതും, ആ അഭിനയിക്കുന്നതിനെ ക്യാമറയിലൂടെ കാണുന്നതും ആരെന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. പുറമേ നമ്മൾ കാണുന്ന വ്യത്യസ്ത റോളുകളുടെ ഭ്രമം മുഴുവൻ അവിടെ തീരും. ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി തുടങ്ങിയ ഭ്രമങ്ങൾ മുഴുവൻ അവിടെ ഇല്ലാണ്ടാവും. യഥൈവ സൂര്യാൽ പ്രഭവന്തി വാരഹ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹ എന്ന് സാമാന്യമായിട്ട് പറഞ്ഞിട്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പറയുകയാണ്. എങ്ങനെയാ? ഏതത് പദം തജ്ജഗത് ആത്മനപരം സകൃത് വിഭാതം സവിതുരി യഥാപ്രഭ യഥാസവോ ജാഗ്രതി സുപ്തശക്തയോ ദ്രവ്യക്രിയാ ജ്ഞാനഭിത ഭ്രമാത്യയ. ദ്രവ്യമായി മാറാനും ക്രിയയായി മാറാനും ജ്ഞാനമായി മാറാനും ഉള്ള സ്കോപ്പുള്ള ഭഗവാന്റെ ശക്തി ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്നു. ചില സമയത്ത് ആ ശക്തിയെ ഉപയോഗിച്ച് ഭഗവാൻ ഈ ദ്രവ്യങ്ങളായും ക്രിയകളായും ജ്ഞാനങ്ങളായും മാറിയിട്ട് ഈ പ്രപഞ്ചമായി വിളങ്ങുന്നു. ഒരു സമയത്ത് ഈ ശക്തിയെ മുഴുവൻ തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് ശാന്തനായിട്ടിരിക്കും, തന്നിൽ തന്നെ ലയിച്ചിരിക്കും, സ്വതസ്തൃപ്തനായിട്ടിരിക്കും. നമ്മളും നമ്മുടെ ഈ മെഷീനിൻ്റെ ഉള്ളിലുള്ള സകല പവറുകളെയും ഒരു സ്വിച്ച് ഇട്ട് ഓണാക്കിയിട്ട് ആവശ്യം വരുമ്പോൾ ഒക്കെ ഉപയോഗിച്ചിട്ട് ആവശ്യം കഴിഞ്ഞു തോന്നുമ്പോൾ ഇതിനെ മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അടക്കി പിടിച്ച് അവിടെ ഇരിക്കുന്നത് പോലെ. അപ്പം നമ്മൾ ഉണരുന്നതും നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മൾ ഉറങ്ങിയിരിക്കുന്നതും വീണ്ടും ഉണരുന്നതും സ്വപ്നം കാണുന്നതും ഉറങ്ങിയിരിക്കുന്നതും പോലെയാണ്
അഖണ്ഡ സച്ചിദാനന്ദ ബോധമാകുന്ന ഭഗവാനിൽ നിന്ന് ഈ വൈവിധ്യമാകുന്ന പ്രപഞ്ചം ഉണർന്നു വരുന്നതും നിലനിൽക്കുന്നതും ഇല്ലാണ്ടായി അതിലേക്ക് തന്നെ ലയിച്ചിരിക്കുന്നതും പോലെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്നത്. ഇത്രയും നേരം പറഞ്ഞതൊന്നും മനസ്സിലായില്ല വെച്ചാലും അടുത്ത പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കണേ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആരെ സേവിക്കണതാ നല്ലത്? അത്രയേ ഉള്ളൂ. അത് പറയാൻ മാത്രം വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. എന്താ സന്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതം സഫലമാവണമെങ്കിൽ ആരെ സേവിക്കണം? ഭഗവാനെ സേവിക്കണം. അപ്പം എന്തുകൊണ്ട് ഭഗവാനെ സേവിക്കണം, എന്തിന് ഭഗവാനെ സേവിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പല രീതിയിലും പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ ആയിട്ട് ഇത് മാറണത് എന്ന് മാത്രമേ ഉള്ളൂ. അറിയണം തോന്നുമ്പോഴേ കുഴപ്പമുള്ളൂ കേട്ടോ, അല്ലേ? നിങ്ങളെപ്പോഴെങ്കിലും ആരോടെങ്കിലും അടി കൂടിയിട്ടുണ്ടോ? ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്, അല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ചർച്ച ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഭഗവാനെ സേവിക്കണം എന്ന് പറയുന്ന ആൾക്കാരുടെ തന്നെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ അവരിങ്ങോട്ടും എന്തേ പറയുള്ളൂ? അതെ, ഇതുകൊണ്ടൊക്കെ എന്താ കാര്യം? നിങ്ങൾ ആരെ സേവിക്കുക വേണ്ടത്? ഭഗവാനെ സേവിക്കുക വേണം. അപ്പം നമ്മളും അങ്ങോട്ട് തന്നെ പറയാം, അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ശരി, അപ്പം അതൊക്കെ തന്നെയാണ് ശരി. നമുക്ക് ചർച്ച ചെയ്ത് സ്ഥാപിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് എവിടെയെങ്കിലും ഡിബേറ്റ് നടത്തി ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ആവശ്യമില്ലാത്തടത്തോളം നമുക്ക് ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യവും വരില്ല. പക്ഷെ നിങ്ങൾ പണ്ട് കാലത്ത് ഒരു ചർച്ച നടക്കണതൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. ഒരാൾ വന്ന് പറയുകയാണ് എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ്, അതുകൊണ്ട് ഭഗവാനെ വേണം സേവിക്കാൻ. മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ ഒരു ഭഗവാനിൽ നിന്നുണ്ടായതൊന്നുമല്ല, ഇത് യാദൃച്ഛികമായിട്ട് എങ്ങനെയോ ഉണ്ടായി, കുറച്ച് കഴിഞ്ഞാൽ യാദൃച്ഛികമായിട്ട് എങ്ങനെയോ പോകും, അതുകൊണ്ടുള്ള കാലങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ജീവിച്ചാൽ മതി, ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നൊരാൾ പറയുക. ഇതെങ്ങനെയാണ് തീരുമാനമാക്കുക? ഇങ്ങനെ തീരുമാനമാക്കുക? ഇപ്പോൾ കുറേ ചർച്ചകൾ നടത്തിയത് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ തീരുമാനമാക്കി കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയുള്ള കുറേ ഉത്തരങ്ങളാണ് ഭാഗവതത്തിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പം ഇത് മനസ്സിലാക്കാൻ ആ രീതിയിലുള്ളൊരു സൂക്ഷ്മ ദർശനമൊന്നും നമുക്കില്ല എന്ന് തോന്നുകയാണ് വെച്ചാൽ നമ്മളോട് എളുപ്പത്തിൽ എന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തിനും ആധാരം ഭഗവാനാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഭഗവാനെ സേവിച്ചോളൂ എന്ന് തോന്നും. ഈ കൗതുക ഭാവം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നും. എന്ത് ചോദ്യാന്നറിയുമോ? അല്ല ഇപ്പം ഇതിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഭഗവാനിൽ നിന്ന് ഉണ്ടായി എന്ന് പറയണത് എന്ന് ചോദിക്കാൻ ഒത്തിരി കൗതുകം തോന്നും. അപ്പം ആ കൗതുകം തോന്നിയാൽ പിന്നെ ഉത്തരം വേണ്ടേ? അതിനാണ് ഈ ഉത്തരമൊക്കെ പറഞ്ഞു തരണത്. അപ്പം നമ്മൾ ചിലപ്പോൾ അനുസരണമുള്ള കുട്ടികളാണ്. അപ്പം എന്താ വെച്ചാൽ ഭഗവാനെ സേവിച്ചോളൂ പറഞ്ഞാൽ ഓ സേവിച്ചോളാന്നാ, എന്തിനാന്ന് തിരിച്ച് ചോദിക്കും കൂടി ഇല്ല. അല്ലെങ്കിൽ പിന്നെ അനുസരണം ഇല്ലാത്ത കുട്ടികളാണ്. ഭഗവാനെ സേവിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അത് പറഞ്ഞത് എന്ന് പോലും ചോദിക്കാണ്ടേ ഞങ്ങളത് ചെയ്യില്ല എന്ന് വാശി പിടിച്ച് നടക്കുന്ന ആൾക്കാർ. ഇത് രണ്ടും അല്ലാത്തൊരു ഗ്രൂപ്പുണ്ട്. ഭഗവാനെ സേവിക്കണം എന്ന് പറയുമ്പോൾ അത് എന്തിനാന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ സേവിക്കാം, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ അറിയാൻ തൽപരകക്ഷികളായിട്ടിരിക്കുന്ന പൊതുവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയണമെന്നൊക്കെ സൂചിപ്പിക്കണേ. അപ്പോഴാണ് ദ്രവ്യശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ഒക്കെ ആയിട്ട് വിളങ്ങുന്നത് ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു തരേണ്ടി വരുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 വാക്ക് നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? എവിടെയോ കേട്ടിരിക്കണേ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയുണ്ട്. ദ്രവ്യവും ക്രിയവും ജ്ഞാനം എന്നുള്ള വാക്കുകളും നിങ്ങൾക്ക് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അല്ലേ? എന്നിട്ട് അതിൻ്റെയൊക്കെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥത്തിലേക്ക് കടക്കാൻ പുറപ്പെട്ടാൽ കുഴപ്പമില്ലേ? അതിലും നല്ലത് എന്താ എളുപ്പം ചോദിച്ചാൽ അമ്മയെ മഹാമായെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കില്ല, അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ആ വരികളിലൊക്കെ പറയുന്നത് ഇതെല്ലാമായി വിളങ്ങുന്നത് ആ ഒരു ശക്തിയാണ് എന്നാണ്. അതിനെ കുറച്ചും കൂടെ കാര്യമായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. പറഞ്ഞു പോവുക എളുപ്പമല്ലേ, എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ്, എല്ലാം ഭഗവാനിലേക്ക് പോണതാണെന്നൊക്കെ. പക്ഷെ അത് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. പറയണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് അറിഞ്ഞു തന്നെ വേണം ആ നിലയ്ക്കാവാൻ. അതുകൊണ്ട് സൂചിപ്പിച്ചതാണെന്ന് വിചാരിച്ചാൽ മതി. അടുത്തൊരു ശ്ലോകത്തിലും കൂടെ തന്നെയാണ് പറയണേ. ഇപ്പം ബോറടി ഒരുമിച്ച് തീർത്തിട്ട് പോവാ, അതാ നല്ലത്. എന്നിട്ട് ബ്രേക്ക് എടുത്താൽ കുഴപ്പമില്ലല്ലോ. യഥാ നഭസ്യ അഭ്രതമ പ്രകാശ ഭവന്തി ഭൂപാന ഭവന്തി അനുക്രമാൽ ഏവം പരേ ബ്രഹ്മണി ശക്തയസ്ത്വമോ രജസ്തമസത്വമിതി പ്രവാഹ. ഈ
പണ്ട് നിലനിന്നിരുന്നൊരു ചോദ്യമാണ്. ഭഗവാനാണ് നമ്മളൊക്കെയായി മാറിയതെന്ന് പറഞ്ഞല്ലോ, നേരത്തെയും പറഞ്ഞു. ഭഗവാൻ തന്നെയാണ് ഈ അഭിമാനങ്ങളും ഇത് അനുഭവിക്കുന്നതും ഒക്കെ ആയിട്ട് മാറണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനിലേക്ക് എന്നതൊക്കെ ലയിച്ചു പോകുന്നും പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഭഗവാൻ ശ്രീരാമായി മാറി വിചാരിക്കുക. എനിക്ക് ഉറക്കം വരുമ്പോൾ ആർക്കും ഉറക്കം വരണം? ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ. എനിക്ക് ദുഃഖം വരുമ്പോൾ ആർക്ക് ദുഃഖം വരണം? അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മൊത്തം ദുഃഖം ഉണ്ടെങ്കിൽ പ്രപഞ്ചമായി മാറിയത് ഭഗവാനാണിച്ചാൽ ആർക്കും ദുഃഖമുണ്ട്? ആർക്കും ദുഃഖമുണ്ട്? ഭഗവാനും ദുഃഖമുണ്ട്. പ്രപഞ്ചമായി മാറിയത് ഭഗവാനാണിച്ചാൽ ഭഗവാന് സുഖവും ഉണ്ട്. പ്രപഞ്ചമായി മാറിയത് ഭഗവാനാണിച്ചാൽ ഭഗവാന് ജനനവും ഉണ്ട്, എന്തുണ്ട്? മരണമുണ്ട്. അപ്പോൾ കുഴപ്പമായി. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഭഗവാനാണ് ഇതെല്ലാമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം ഇതിന് സംഭവിക്കുന്നതൊക്കെ ആർക്കും ഉണ്ടാവാം, ഭഗവാനും ഉണ്ടാവാലോ എന്നുള്ള ചോദ്യം വരും. ഭഗവാനും ഇതിൻ്റെ കർത്തൃത്വം ആരോപിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെയുള്ള ചോദ്യം, ഒരു ചർച്ചകളൊക്കെ ആയിട്ട് മാറും അത്. അപ്പോഴാണ് ഇതിന് വേറൊരു രീതിയിൽ ഇതിൽ പറഞ്ഞു തരുന്നത്. എന്താ ചോദിച്ചാൽ, ഇതിങ്ങനെയല്ല. എന്ത്? ഭഗവാനിൽ നിന്നെല്ലാം ഉണ്ടായി ഭഗവാനിലേക്ക് തന്നെ വരണു എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ട പോലെയല്ല, കുറച്ചും കൂടെ അപ്പുറത്തേക്ക് കടന്നൊന്ന് നമ്മൾ നോക്കണം. അപ്പം അതിന് പറയുന്ന ഉദാഹരണമാണ് നഭസി. നഭസ് എന്ന് പറഞ്ഞ ആകാശം, നഭസി എന്ന് പറഞ്ഞ ആകാശത്തിൽ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അഭ്രതമ പ്രകാശാഹ കാണാം എന്നാണ്. അഭ്ര എന്ന് പറഞ്ഞാൽ മേഘം, തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, പ്രകാശം എന്ന് പറഞ്ഞാൽ വെളിച്ചം. അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാരായിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇടയ്ക്ക് മേഘങ്ങളെ കാണില്ലേ? ഇല്ലേ? ഉണ്ട്. പിന്നെ രാത്രിയാകുമ്പോഴോ ഇരുട്ടാണ്, ഒന്നും കാണാനില്ലല്ലോ. ഇല്ല. രാവിലെ ആകുമ്പോഴോ വെയിലാണ്, നല്ലോണം കാണാനുമുണ്ട്. ചോദ്യം ഇതാണ്, നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കാണുന്നു എന്നുള്ളത് കൊണ്ട് ആകാശത്തിന് ഇപ്പം മേഘത്തിൻ്റെ മൂടാ, ഇപ്പം ഇരുട്ടിൻ്റെ മൂടാ, ഇപ്പം വെളിച്ചത്തിൻ്റെ മൂടാന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാൻ പറ്റുമോ? ഇതിപ്പോൾ എങ്ങനെ എളുപ്പം മനസ്സിലാവുക ചോദിച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണതിന് പകരം എങ്ങനെയോ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ആകാശത്ത് പോയിട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കാം. അപ്പം നമ്മൾ എന്താ കാണുക? ആകാശത്തിൽ ഇരുട്ടുണ്ടോ? വെളിച്ചമുണ്ടോ? അല്ലെങ്കിൽ വെളിച്ചം ഇരുട്ടൊക്കെ മാറി വരുന്ന വല്ല അവസ്ഥയുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് നോക്കുന്ന ആംഗിളിൻ്റെ ചില വ്യത്യാസങ്ങളെ കൊണ്ടും ചില സാഹചര്യ നിയമങ്ങളെ കൊണ്ടും മാത്രമാണ് നമുക്ക് അവിടെ മേഘങ്ങളാൽ മൂടപ്പെട്ടതുപോലെ തോന്നുന്നതും ഇടയ്ക്ക് ഇരുട്ടായിട്ട് തോന്നുന്നതും ഇടയ്ക്ക് നല്ല വെളിച്ചമായിട്ട് തോന്നുന്നതും. അല്ലാണ്ട് അവിടുത്തെ അവസ്ഥകൾക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പം ഈശ്വരനാണ് ഈ പ്രപഞ്ചമായി മാറിയത്. നമ്മൾ ഈ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ സുഖവും ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരെ ബാധിക്കില്ല? ഭഗവാനെ ബാധിക്കും. നമ്മൾ ഈ വശത്തുനിന്ന് നോക്കുമ്പോൾ, ഇപ്പുറത്തെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ജനനവും മരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പുറത്തെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അതൊന്നും ഇല്ല. ഈശ്വരനാണ് ശ്രീരാമായി മാറിയത്. ഇപ്പുറത്തെ ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമന് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഈശ്വരന് ടെൻഷൻ ഉണ്ട് തോന്നും. പക്ഷെ അപ്പുറത്തെ ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരന് ടെൻഷനൊന്നും ഇല്ല എന്ന് കാണാം. അപ്പം ഇത് പറഞ്ഞു തരുന്നതോടുകൂടി എന്താ ചോദിച്ചാൽ, എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഭഗവാൻ ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല. ഇതൊന്നും ഭഗവാനെ ബാധിക്കണില്ല എന്ന് വരും. നമ്മുടെ പൂർവികർക്ക് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നത്. ഒന്ന്, എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം വന്നു, എങ്ങനെ ഉണ്ടായി? ഭഗവാനിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായിട്ട് മാറിയിട്ട് ഇത് വേറെയും ഭഗവാൻ വേറെ ആവുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല. എങ്ങനെയാണോ സൂര്യൻ്റെ പ്രഭ സൂര്യനിൽ നിന്നുണ്ടാവണത് അതേപോലെയാണ് ഭഗവാനിൽ നിന്നിതെല്ലാം ഉണ്ടാവണത്. അപ്പോൾ സൂര്യൻ്റെ പ്രഭയും സൂര്യനും വേറെയാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാനും ഭഗവാനിൽ നിന്നുണ്ടായ പ്രപഞ്ചവും വേറെയല്ല. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഭഗവാനും പ്രപഞ്ചവും വേറെയല്ല വെച്ചാൽ പ്രപഞ്ചത്തിനുള്ള ബന്ധനം മുഴുവൻ ആർക്കും ഉണ്ട്? ഭഗവാനും ഉണ്ട്. അപ്പോഴാണ് പറയണത്, അത് ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നാമെങ്കിലും അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. എല്ലാത്തിൻ്റെ ഉദ്ഭവം ഭഗവാനിൽ നിന്നാണെന്നും എന്ന് വെച്ച് ഇത് രണ്ടും വേറെയല്ല, ഭഗവാൻ തന്നെയാണ് ഇതായി മാറിയതെന്നും
എന്നാൽ ഇതായി മാറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടർ മുഴുവൻ ഭഗവാന് വരില്ലേ ചോദിച്ചാൽ അതില്ല. ഇതിങ്ങനെ കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കും അങ്ങനെയൊന്നും മാറ്റങ്ങൾ ഇല്ല എന്ന് സൂചിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ എവിടെയൊക്കെ നമുക്ക് ഈശ്വരനെ പറ്റി പറഞ്ഞു തരുന്നുണ്ടോ അവിടെ മുഴുവൻ കാണാം. ഭഗവാൻ ഈ പ്രപഞ്ചവുമായിട്ട് ഉള്ള ബന്ധം എങ്ങനെയാ ചോദിച്ചാൽ ഭഗവാനിൽ നിന്നുണ്ടായതാണ് പ്രപഞ്ചം എന്ന് വെച്ച വേറെ വേറെയാണോ? അല്ല, ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമായിരിക്കണത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമായിരിക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രപഞ്ചത്തിനുണ്ടാവണത് മുഴുവൻ ഭഗവാനെ ബാധിക്കുമോ? അതില്ല. കാരണം അങ്ങനെ കാണപ്പെടുന്നു എന്നേ ഉള്ളൂ, ശരിക്കും അങ്ങനെയായി മാറിയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ മറുവശം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പം മറ്റു ചില മതങ്ങളുടെ വീക്ഷണത്തിൽ ഈശ്വരൻ ഉണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചം. എവിടെ നിന്നുണ്ടാക്കി ചോദിച്ചാൽ ശൂന്യതയിൽ നിന്നുണ്ടാക്കിയെന്ന്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താ ചോദിച്ചാൽ ഉണ്ടാക്കിയ ഈശ്വരൻ വേറെയാണ്, ഉണ്ടാക്കപ്പെട്ട ലോകവും വേറെയാണ്. ഈശ്വരൻ വേറെയാണ്, ലോകവും വേറെയാണ്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ ഈശ്വരനാണ് ഈ ലോകം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഈശ്വരൻ വേറെയും ലോകം വേറെയും അല്ല. അതിനാണ് നമുക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഭംഗിയായിട്ട് ആ ഉദാഹരണങ്ങളെ മാറ്റിക്കൊണ്ടുവരിക. ഈശ്വരൻ തന്നെയാണ് ആരായി മാറിയത്? ലോകമായി മാറിയത്. നിങ്ങൾ ഈ മണ്ണ് കുടന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്രയും ബോറടിച്ച സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞു പോണത് എളുപ്പമാണ്. അതായത് നമ്മളെപ്പോഴും പറയാൻ ശ്രമിക്കാറുള്ളത് എന്താ വെച്ചാൽ മണ്ണാണ് പാത്രമായി മാറണത്. പക്ഷേ മണ്ണിനെ പാത്രമാക്കാൻ ആര് വേണം? പണിയെടുക്കണ ഒരാൾ വേണം. അപ്പം മണ്ണ് പാത്രമാവണത് പോലെയാണ് ലോകം ഉണ്ടായതെന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഉണ്ടാക്കിയത് ആരാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ അടുത്ത ഉദാഹരണം കൊണ്ടുവന്നത്. 8 കാലിയിൽ നിന്ന് വല ഉണ്ടാവണത് പോലെ എന്നാണ്. 8 കാലി വലയെടുക്കണത് പുറത്തുനിന്നാണോ? ആണോ? ഒരു കുശവൻ മണ്ണ് വേറെ എടുത്തിട്ട്, കുശവനും ഉണ്ട് മണ്ണും ഉണ്ട്, എന്നിട്ട് കുശവൻ മണ്ണെടുത്ത് മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കണ പോലെയാണോ 8 കാലി വല നെയ്യണത്? അല്ല. കാരണം 8 കാലിക്ക് വല നെയ്യാനുള്ള നൂല് എവിടെ ഇരിക്കണതാണ്? 8 കാലിയിൽ തന്നെ ഇരിക്കണത്. ഇപ്പം 8 കാലിയിൽ തന്നെ ഇരിക്കുന്ന നൂല് കൊണ്ട് 8 കാലി തന്നെ വല നെയ്ത് 8 കാലി തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നാണ് കളിക്കണത്. അതതിന് തിരിച്ചു രുചി. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തെക്കാൾ നല്ലതാണ് ഈ പറയണ ഉദാഹരണം. മറ്റേത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് വേറെ ആവണം, കുശവൻ വേറെ ആവണം. അപ്പോൾ ഈ ലോകം ഭഗവാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞുള്ള കുഴപ്പം എന്താ ചോദിച്ചാൽ ഭഗവാൻ കുശവനാണെങ്കിൽ ഭഗവാൻ ഉണ്ടാക്കാനുള്ള മണ്ണ് വേറെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ 2 സാധനങ്ങളായിട്ട് മാറും. അത് മാറ്റാൻ വേണ്ടിയാണ് 8 കാലി നൂല് നൂറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വലയായി മാറിയത് പോലെയാണെന്ന് പറയണത്, വല നെയ്യണത് പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുറത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ പറയുമ്പോഴും പ്രശ്നമുണ്ട്. 8 കാലി വലയിൽ പെട്ട് കിടക്കുന്നത് പോലെയായി എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ പ്രപഞ്ചമാകുന്ന വലയിലും പെട്ട് കിടക്കുന്നത് പോലെയായി എന്നുള്ളൊക്കെ അവസ്ഥ വരും. അപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയോ? അവിടുന്ന് അങ്ങോട്ട് അടുത്തൊരു സാധനം കൂടെ മാറ്റിയിട്ട് അടുത്ത ഫേമസ് ആയിട്ടുള്ള ഉദാഹരണം കൊണ്ടുവന്നു. അതാണ് നമ്മൾ കേട്ടിട്ടുള്ള കയറിനെ കണ്ട് എന്തായി തോന്നി? പാമ്പായി തോന്നി. കയറിൽ നിന്ന് തന്നെയാണ് പാമ്പായ ഒരു എക്സ്പ്രഷൻ നമുക്ക് വരുന്നത്. പക്ഷേ ശരിക്കും പാമ്പായി മാറിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പം ശരിക്കും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഉദാഹരണം കൊണ്ടുവരുന്നത്. ഈ ഒരു അന്വേഷണ രീതിയുടെ വ്യത്യാസമാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ചില കുഴപ്പങ്ങൾ തോന്നുന്നത് കൊണ്ടാണ് ആ കുഴപ്പങ്ങളെ കൂടി അതിജീവിക്കുന്ന ഉദാഹരണം വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിച്ചതല്ല. അപ്പോൾ നമ്മളിവിടെ ആ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കിയത് എന്ന് പറയാം. എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു സംശയം, ഭഗവാൻ ഇങ്ങനെ പുറത്തുനിന്നുണ്ടാക്കി പുറത്ത് അങ്ങനെ വെക്കുകയാണോ? അല്ല, ഭഗവാനിൽ നിന്ന് തന്നെയാണ് എല്ലാം വന്നത്. ഏതുപോലെ ചോദിച്ചാൽ സൂര്യനിൽ നിന്ന് പ്രഭ ഉണ്ടാവുന്നത് പോലെ. ഇത് രണ്ടും വേറെയായി മാറണില്ല, ഭഗവാൻ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ആയിട്ട് വിരാജിക്കണത് എന്ന് അർത്ഥം പറയാൻ. അടുത്തത് ഭഗവാനാണ് ഈ പ്രപഞ്ചമായി വിളങ്ങണത് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന് ഉണ്ടാവുന്നത് മുഴുവൻ ആരെ ബാധിക്കും? ഭഗവാനെയും ബാധിക്കും. പ്രപഞ്ചത്തിൻ്റെ ജനനമരണങ്ങൾ മുഴുവൻ ആരെ ബാധിക്കും? ഭഗവാനെ ബാധിക്കും. അങ്ങനെ ഒരു സംശയം വരും. അപ്പോൾ പറഞ്ഞു അത് ബാധിക്കണില്ല. ഏതുപോലെ? ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആകാശത്ത് മേഘങ്ങളുണ്ട്, വെളിച്ചമുണ്ട്, ചിലപ്പോൾ ഇരുട്ടുണ്ട് ചിലപ്പോൾ. അതേപോലെ നമുക്ക് തോന്നുകയാണ് ഈ ഭാവങ്ങളൊക്കെ മാറി വരുന്നുണ്ട് എന്നുള്ളത്, ഈശ്വരൻ ഇതൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളത്. പക്ഷെ അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊന്നും ബാധിക്കപ്പെടുന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കണേ. ഏവം പരേ ബ്രഹ്മണി ശക്തയസ്തു അമോ രജസ്തമസത്വം ഇതി പ്രവാഹ.
രജസ് സത്വം, രജസ് തമസ് സത്വം. ഏകദേശം ഈ ഓർഡറിലാണ് അവിടെ പറഞ്ഞിരിക്കണ അഭ്രം തമസ് പ്രകാശം എന്ന് വേണമെങ്കിൽ പറയാം. രജസ്സിനെ ഉപമിച്ചിരിക്കുന്നത് അഭ്രത്തോടും തമസ്സിനെ ഉപമിച്ചിരിക്കുന്നത് ഇരുട്ടിനോടും സത്വത്തിനെ ഉപമിച്ചിരിക്കുന്നത് പ്രകാശത്തിനോടുമാണ്. അതായത് ആകാശത്ത് മേഘങ്ങൾ ഇരുണ്ട് മൂടിയിരിക്കുന്ന അവസ്ഥയും ഇരുട്ടും പ്രകാശം വെളിച്ചവും ഉള്ളതുപോലെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ രജോ ഗുണത്തിൻ്റെ ആധിക്യവും തമോ ഗുണത്തിൻ്റെ ആധിക്യവും അതേപോലെ സത്വഗുണത്തിൻ്റെ ആധിക്യവും കാണാം. ഇത് മൂന്നും കാണപ്പെടണമെന്നുണ്ടെങ്കിലും പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ അവസ്ഥകൾ മാറി വരണതായിട്ട് തോന്നുമെങ്കിലും ഭഗവാന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും അവിടെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഈ ഏകാദശ സ്കന്ധത്തിൽ 24 ഗുരുക്കന്മാരെയൊക്കെ പറ്റി പറയുന്ന സ്ഥലത്ത് ആകാശത്തെ കണ്ട് പഠിച്ചത് ഇതാന്ന് പറയും. എന്താ ചോദിച്ചാൽ ആകാശത്ത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ മേഘങ്ങളുണ്ട്, കുറേ ഇരുട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആകാശം ഇതായിട്ട് മാറണമൊന്നും ഇല്ല. ആകാശം അവിടെ ഒറിജിനലായിട്ട് തന്നെ നിൽക്കുക. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചില മറകൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഇതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ സങ്കടത്തിൻ്റെ അവസ്ഥകളുണ്ട്, ചിലപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണ അവസ്ഥയുണ്ട്, ഇപ്പോൾ ഒന്നും വയ്യാതിരിക്കണ അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളൊക്കെ മാറി മാറി വരാമെങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് ഈ അവസ്ഥകളൊക്കെ മാറിയിരിക്കുന്നത്. മൂഡ് ഓഫാണ്, മൂഡ് സ്വിങ്ങാന്നൊക്കെ തോന്നുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മഭാവത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എപ്പോഴും മൂഡ് ഇങ്ങനെ ഓണായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് ഓർമ്മിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ ആയി വിചാരിക്കുന്നു. ഇനി പറഞ്ഞതിൽ അപകടം പിടിച്ച വാചകങ്ങളൊക്കെ മാറ്റിയിട്ട് മൊത്തത്തിൽ ചുരുക്കി എളുപ്പം പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ, എല്ലാത്തിൻ്റെയും ആധാരം ഈശ്വരനായതുകൊണ്ട് ഈശ്വരനെ സേവിച്ചാൽ മതി, അതാണ് എല്ലാത്തിനുമുള്ള സേവയായി മാറുന്നത് എന്ന് നാരദൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഈശ്വരൻ എല്ലാത്തിനും ആധാരമാവുന്നു എന്നുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനിൽ നിന്ന് എല്ലാം ഉണ്ടായി പോണു എന്ന് പറഞ്ഞ്, ഏതുപോലെ സൂര്യനിൽ നിന്ന് വെള്ളം വന്ന് തിരിച്ചു പോണതുപോലെ ഭൂമിയിൽ എല്ലാ സ്ഥാവരജംഗമങ്ങളും ഉണ്ടായി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോണതുപോലെ. അപ്പം അടുത്ത ചോദ്യം വരുന്നു, ഭഗവാനും ഭഗവാനിൽ നിന്നേ ഉണ്ടായതും ഭേദമായി മാറുമോ, വേറെയായിട്ട് മാറുമോ? അപ്പോൾ പറഞ്ഞു ഇല്ല. കാരണം സൂര്യൻ്റെ പ്രഭ പോലെയാണ് ഭഗവാനിൽ നിന്ന് ഈ കാണുന്നതെല്ലാം ഉണ്ടാവുന്നത്. പുറത്തേക്ക് പ്രകാശിക്കുന്നു, ഉള്ളിലേക്ക് തന്നെ ലയിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ സാധനമായിട്ട് മാറണമൊന്നും ഇല്ല. നമ്മുടെ ഇന്ദ്രിയശക്തികളൊക്കെ ഉണർന്നിരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് തന്നെ അടക്കി ഉറങ്ങണത് പോലെ ഭഗവാൻ ചിലപ്പോൾ ശക്തി ഓണാക്കി ഈ കാണുന്നതൊക്കെ ആയിട്ട് വിരാജിക്കുന്നു, ചിലപ്പോൾ അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ അടങ്ങിയിരിക്കുന്നു. അതുപോലെയുള്ളൂ. അപ്പം അടുത്ത ചോദ്യം വന്നു, അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഇതായിട്ട് വിരാജിക്കണത് വെച്ചാൽ ഇതിനുണ്ടാവണ കുഴപ്പങ്ങളൊക്കെ ആരെ ബാധിക്കില്ലേ? ഭഗവാനെ ബാധിക്കണമെന്ന് വേണ്ടേ കരുതാൻ? അപ്പോൾ പറഞ്ഞു അത് ബാധിക്കില്ല. കാരണം അതിപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ചിത്രം, അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ വന്നു പോണതൊന്നും അവിടെ ബാധിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു തരുന്നു. ഇത്രയും പറഞ്ഞു വെച്ചു, കഴിഞ്ഞു കേട്ടോ. പ്രശ്നം പിടിച്ച ഭാഗങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വീണ്ടും നാരദ മഹർഷി പറയും, ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരെ സേവിക്കുകയാണ് നല്ലത്? ഭഗവാനെ സേവിക്കുകയാണ് നല്ലത്.